ഉടമ്പടി ധ്യാനങ്ങൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിരിക്കണം എപ്പോഴും. ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ ഈ ആഴ്ചയിൽ ഈശോ എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് പറയണത്. അല്ല ഞാൻ എവിടുന്നെങ്കിലും നോക്കി വായിക്കുകയോ പുസ്തകങ്ങൾ വായിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. ബൈബിൾ സ്വന്തമായത് ബൈബിൾ മാത്രമേ വായിക്കത്തുള്ളൂ. ബൈബിളിനെ വായിക്കുമ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ആ വിഷയത്തിൽ വന്നാൽ സഭ അതിനെക്കുറിച്ച് എന്ത് പറയണമെന്ന് നോക്കും. സഭയുടെ പുസ്തകങ്ങളുണ്ട്, സഭയുടെ കമൻട്രീസ് ഉണ്ട്, കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ച് ഉണ്ട്. സഭയ്ക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തവും കൃത്യവുമായ പഠനങ്ങളുണ്ട്. അപ്പം എനിക്ക് സംശയം വന്നാൽ ഞാൻ സഭയുടെ സ്റ്റാൻഡ് പിന്നെ പറയത്തുള്ളൂ ആ വിഷയത്തിൽ. പക്ഷെ അതേസമയം തന്നെ ഉടമ്പടിയിൽ എപ്പോഴും ഇതൊരു പുതിയ ദൈവ സംവിധാനമാണ്. പുതിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ മരിയൻ ബേസിൽ ഇതൊരു നമ്മളുടെ ധ്യാനം നമുക്കറിയണം നമ്മളെന്താ ചെയ്തിരിക്കണത്. നമ്മൾ എടുത്തിരിക്കുന്നത് മരിയൻ കവനൻ്റാണ്. മാതാവിലൂടെ വെളിപ്പെട്ട മനുഷ്യൻ്റെ അനുദിന ജീവിതത്തെ അഭിസംബോധന ചെയ്യുന്ന ആധ്യാത്മിക പരിചരണം, അതാണ് മരിയൻ ഉടമ്പടി. ഉടമ്പടിയുടെ അടിസ്ഥാനം എന്ന് പറയണത് പഴയ നിയമ ഉടമ്പടിയും. പഴയ നിയമ ഉടമ്പടിയുടെ അടിസ്ഥാനം അതിൻ്റെ ആക്ടിവേഷൻ ഫോക്കസ് വാഗ്ദാന പേടകവുമാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യം. എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം മനുഷ്യനെ സംലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പൊതു സംവിധാനമായിട്ടാണ് ആർക്ക് ഓഫ് ദി കവനൻ്റ് വരണത്. ഇപ്പം പരിശുദ്ധ കുർബാനയും വാഗ്ദാന പേടകമാണ്, പരിശുദ്ധ അമ്മയും വാഗ്ദാന പേടകമാണ്. ഈ രണ്ട് മാധ്യമങ്ങളിലൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് സംലഭ്യമാകും. അപ്പോൾ ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് സംലഭ്യമാകുമ്പോൾ പലപ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ സാകല്യത്തിൻ്റെ പേരാണ് ക്രിസ്തു. അപ്പോൾ ഉടമ്പടി അൾട്ടിമേറ്റായിട്ട് എയിം ചെയ്യണത് ക്രിസ്തുവിനെയാണ്. ക്രിസ്തുവിൻ്റെ വിഷയം എന്ന് പറയണത് ക്രിസ്തു ഒരേ സമയത്ത് തന്നെ നന്മയുമാണ്, അല്ലെങ്കിൽ ബ്ലെസ്സിങ്സുമാണ്, ഗ്രേസുമാണ്. അതിന് എല്ലാം കൂടി ബൈബിൾ പറയുന്ന പേരാണ് രക്ഷ. രക്ഷ പ്രാപിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ദൈവത്തെ സ്വീകരിക്കുന്നതിനെ, ദൈവത്തിൻ്റെ ദൈവാനുഭവത്തിന് ബൈബിൾ പറയുന്ന പേരാണ് രക്ഷ പ്രാപിക്കുക. ദൈവാനുഭവത്തിന് ബൈബിള് ദൈവാനുഭവം എന്നല്ല പറയണത്, മറിച്ച് രക്ഷ പ്രാപിക്കുക എന്നാണ് പറയണത്. ഈ രക്ഷ പ്രാപിക്കുന്നതിന് പുതിയ നിയമത്തിലെ അനുതാപത്തിലാണ് അതിൻ്റെ ആദ്യ പാഠം തുടങ്ങുന്നത്. അനുഗ്രഹത്തിൻ്റെ ആദ്യ പാഠം പഴയ നിയമത്തിലെ അനുതാപമായിരുന്നു. നിങ്ങളെ അനുതപിച്ചാൽ ഐശ്വര്യം, ബ്ലെസ്സിങ്സ് പ്രാപിക്കുമെന്ന്, ഫിസിക്കൽ ഫേവേഴ്സ്. അപ്പോൾ ഈ ഫിസിക്കൽ ഫേവേഴ്സ് എന്ന് പറയുന്നത് നമ്മളിന്ന് വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഫിസിക്കൽ ഫേവേഴ്സാണ്. അനുഗ്രഹങ്ങൾ എന്ന് വിളിക്കുന്ന ഫിസിക്കൽ ഫേവേഴ്സാണ്. ഈ ഫിസിക്കൽ ഫേവേഴ്സിന് പഴയ നിയമത്തിൽ ഫിസിക്കൽ ഫേവേഴ്സിന് അതിൽ തന്നെ എൻറ്റിറ്റി ഉണ്ടായിരുന്നു, അതിൽ തന്നെ ദൈവികമായ രക്ഷ ഉണ്ടായി. പുതിയ നിയമകാലം വന്നപ്പോൾ ഈ ഫിസിക്കൽ ഫേവേഴ്സിനെ ക്രിസ്തുവുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് രക്ഷയുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. ആത്മരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കാത്തവർക്ക് ഫിസിക്കൽ ഫേവേഴ്സ് അനുഭവവേദ്യമല്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സഖ്യവോസിനെ കൊടുക്കണത് രണ്ട് ഗ്രേസും കൊടുക്കുകയാണ്. ഇന്ന് ഈ ഭവനത്തിന്
രക്ഷ കൈവന്നിരിക്കുന്നു എന്ന് പറയാം അല്ലേ? 19:9 ലൂക്കായുടെ സുവിശേഷം. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ലൂക്ക 19:9. യേശു അവനോട് പറഞ്ഞു, യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇപ്പം രക്ഷ കൈവരിക, രക്ഷ ലഭിക്കുക, രക്ഷ പ്രാപിക്കുക നമുക്ക് ലഭിക്കുന്നൊരു വിഷയമാണ്. അപ്പം നമ്മൾക്ക് ബൈബിൾ വെളിപാടിൽ നമ്മൾക്ക് ലഭിക്കുന്നത് രക്ഷയാണ്. രക്ഷ എന്ന ബൈബിൾ പറയണത് അതിൻ്റെ അകത്ത് ഇപ്പം സഖ്യവൂസ് നല്ല ധനാഢ്യനാണ്. അപ്പം ധനം കൊണ്ട് മാത്രമല്ലല്ലോ, ധനമൊക്കെ പോകാൻ ഒരു ജലദോഷം, വെടിപ്പായിട്ടൊരു ജലദോഷം വന്നാൽ അമ്പാനിയുടെ കയ്യിൽ പോലും കാശുണ്ടാകത്തില്ല. 5000 രൂപ കോടി രൂപ മുടക്കി കല്യാണം നടത്തിയെങ്കിലേ വൃത്തിയായിട്ടൊരു ജലദോഷം വന്നാൽ മുടക്കാനുള്ള കാശുണ്ടാകത്തില്ല. കാര്യം അതുകൊണ്ടല്ലേ ആൾക്കാർ മരിച്ചു പോണത്, കയ്യിരിക്കണ കാശ് മുതലാകാത്ത കൊണ്ടല്ലേ. അതാണ് വിഷയം. അപ്പോൾ ധനം ഇപ്പോൾ സഖ്യവൂസ് ധനം ഉണ്ടെന്നേ ഉള്ളൂ. ക്രിസ്തു പറയണത് ധനത്തെ നിലനിർത്താനും അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും നിത്യത വരെ നിലനിൽക്കാനും വേണ്ടിയുള്ള സംവിധാനമായിട്ടാണ് ബൈബിള് രക്ഷയെ പറയണത്. അതാണ് ഇന്ന് ഈ ഭവനത്തിന് രക്ഷയെ വന്നിരിക്കുന്നത്. അപ്പോൾ ഭവനം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഭവനമൊക്കെ നിങ്ങൾ ഡൈവേഴ്സൊക്കെ ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ. കാര്യം ദൈവത്തിന് എപ്പോഴും ഇഷ്ടം ഇൻഡിവിജ്വൽ ബ്ലെസ്സിങ്സിനേക്കാൾ ഉപരി അപ്പനും അമ്മയും കുഞ്ഞുങ്ങളും കുടുംബമായിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതാണ് ദൈവത്തിന് ഇഷ്ടം. അനുഗ്രഹം കിട്ടാൻ എളുപ്പമുള്ളൊരു മാർഗം ഒരു ഭവനത്തിൻ്റെ ഒരു പരിപ്രേക്ഷ്യത്തിലാണ് കിട്ടണത്. ദൈവം ഒത്തിരി കൊതിക്കുന്നുണ്ട് ഭവനമായി നമ്മൾ നിലനിൽക്കാൻ. നിങ്ങളൊത്തിരി കൊതിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും പിരിഞ്ഞു പോകാൻ. അതാണ് ഒരു വ്യത്യാസം വരേണ്ടത്. ഇപ്പോൾ ദൈവത്തോട് യോജിക്കണം. കാര്യം ഈ വയസ്സ് 1-2 പ്രസവിച്ച് കഴിയുമ്പോൾ എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നം, അവർക്ക് ജോലിയുണ്ട്, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് എങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആൾ ഡിസ്റ്റർബൻസ് ഇല്ല, ആരും ചുമന്നുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല, ഭർത്താവിനെ ചുമക്കണ്ട, ഭർത്താവിൻ്റെ അപ്പനെ ചുമക്കണ്ട, അമ്മയെ ചുമക്കണ്ട. ഇത് തറവാട്ട് വീട്ടിലാണെങ്കിൽ കയറി ഇറങ്ങണ നാത്തുമാരെ ചുമക്കണ്ട, വെള്ളം ഫ്രീ ആയി. എവിടെയെങ്കിലും നമ്മളെ കിട്ടുന്ന ശമ്പളം എടുത്തൊരു വാടകയ്ക്ക് വിട്ടിപ്പോയി കഴിഞ്ഞാൽ ഈസിയാണ്. പക്ഷേ അതോടുകൂടി ഇതിൻ്റെ ബ്ലെസ്സിങ്സ് ബ്ലോക്കാവും. കാര്യം ഭവനത്തിനാണ് അലോട്ട്മെൻ്റ് ഉള്ളത്. നിങ്ങൾ ബൈബിൾ പഠിക്കണത് എന്തിനാ? ദൈവത്തിൻ്റെ മനസ്സ് പഠിക്കാനാണ്. ഒന്ന് പ്രാർത്ഥിച്ച കർത്താവേ, ഞങ്ങളെ എല്ലാവരെയും ഭവനമായി നിലനിർത്തണമേ. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഭവനത്തിൻ്റെ സാക്ഷ്യം കേട്ട്, പേര് സാമുവൽ സിബി. ഈ ആഴ്ചത്തെ ഏറ്റവും ബെസ്റ്റ് സാക്ഷ്യങ്ങളൊന്നാണ് സാമുവൽ സിബിയുടെ സാക്ഷ്യം. അദ്ദേഹം ഒരു ഓർത്തഡോക്സ് വിശ്വാസിയാണ്. അദ്ദേഹം പത്തനംതിട്ടക്കാരനാണ്. അദ്ദേഹം പറയണത് ഞങ്ങൾ എവിടെയായിരുന്നാലും കുടുംബമായിട്ടാണ് നിലനിൽക്കണമെന്ന്. അത് ഭയങ്കരമാണ്. ഞങ്ങൾ എവിടെയായിരുന്നാലും ആ സന്ധ്യ ആകുമ്പോൾ ഓൺലൈനിൽ ഞങ്ങൾ പ്രെയർ ചെയ്യും. കുടുംബത്തിൻ്റെ ഒരുമിച്ച് ഭക്ഷിക്കുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയണത് കുടുംബത്തിൽ ഏറ്റവും നിങ്ങൾ കൊതിക്കണം. ഈ സാമൂഹ്യം പറയുന്നൊരു സംഭവമുണ്ട്, ഞങ്ങൾ എവിടെ പോയാലും 6:30 വീട്ടിൽ വരാൻ നോക്കും. അപ്പനാണ് പറയണത് നോക്കണം. സാധാരണ അപ്പന്മാരാണ് വരാത്തത്. സാധാരണ അപ്പന്മാരാണല്ലോ വീട്ടിൽ വരാൻ താമസിക്കുന്നത്, ഓരോ കാര്യം പറഞ്ഞ് മുടങ്ങണത്. അമ്മമാരൊക്കെ മിക്കവാറും വീട്ടിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ ഈ സാമൂഹ്യ പറയണത് ഞങ്ങൾ എവിടെ പോയാലും, ഞാൻ പോയാലും വൈഫ് പോയാലും മക്കൾ പോയാലും ഞങ്ങൾ 6:30 മണിക്ക് മുമ്പ് വീട്ടിൽ കയറാൻ നോക്കും. എന്താ കാര്യം? കുടുംബ പ്രാർത്ഥന ഉണ്ടെന്ന്. എന്നാ രസം കേൾക്കാൻ. ആ സാമൂഹിക സാക്ഷ്യം നിങ്ങൾ കേൾക്കണം, നല്ല ഹൃദ്യമാണ്. അതിൻ്റെ താഴെയുള്ള ആൾക്കാരുടെ കമൻറ്റ്, ഈ അപ്പൻ്റെ സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയെന്ന്. അപ്പന്മാർ സാക്ഷ്യം പറയുമ്പോഴേ കേൾക്കുന്ന ആൾക്കാരുടെ കണ്ണ് നിറയണേ. അപ്പോൾ എന്തൊരു അഭിഷേകം അതിൻ്റെ അകത്ത് വന്നിരിക്കണത്. അപ്പോഴാ ഒരു ഭവനമായി ദൈവതിരുസന്നിധിയിൽ ടാപ്പിംഗ് അലോട്ട്മെൻ്റ് ഉള്ളത് ഭവനത്തിനാണ്. അതുകൊണ്ട് തന്നെ ഭവനമായി നിലനിൽക്കാൻ വേണ്ടി നിങ്ങൾ കല്യാണം കഴിക്കാത്തവരും കഴിക്കാൻ പോകുന്നവരും കഴിച്ചിരിക്കുന്നവരുമൊക്കെ ദൈവ സംവിധാനത്തിൻ്റെ ഭാഗമാകാൻ പോകുന്നുവെന്നുള്ള ചിന്തയാണ് വേണ്ടത്. ഇനി എനിക്ക്
4 പേരുടെ കൃപയാണ്, ഷെയറാണ് തരാൻ പോണത് ദൈവം. അപ്പനും അമ്മയും ഭാര്യയും ഭർത്താവും 2 മക്കളും 3 മക്കൾ. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ആരോഗ്യവും സൗകര്യവും സാഹചര്യവും പോലെ ദൈവം നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ തരട്ടെ. പക്ഷേ എന്തുമാത്രം കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു അത്രയും ടാപ്പിംഗ് പോയിൻ്റ് കൂടും, റേഷൻ കൂടും അത്രയും. നമ്മുടെ റേഷൻ കാർഡ് അങ്ങനെയല്ലേ. നമ്മുടെ ആൾക്കാരുടെ 2 വയസ്സ് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കെല്ലാം റേഷൻ കിട്ടും. ഇതുപോലെ ദൈവതിരുസന്നിധി കുഞ്ഞുങ്ങൾ കൂടുന്നതനുസരിച്ച് അനുഗ്രഹം കൂടും. അതുപോലെ നമ്മൾ ഇന്ദിരാഗാന്ധിയുടെ ഇക്കണോമിക്സാണല്ലോ എടുത്തത്. കുഞ്ഞുങ്ങൾ കൂടുന്നതനുസരിച്ചുകൊണ്ട് പട്ടിണി കിടക്കുമെന്നല്ലേ പറഞ്ഞത്. അതല്ല, കുഞ്ഞുങ്ങൾ കൂടുന്നതനുസരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ ആൾ കൂടും, ദൈവത്തിൻ്റെ അടുത്ത് നമ്മുടെ മുട്ടുകുത്താനുള്ള ആൾ കൂടും, കർത്താവ് ഞങ്ങളെന്ന് പറഞ്ഞതിനൊരർത്ഥം ഉണ്ടാകും. സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഒരു പ്രാർത്ഥനയല്ലേ ഈശോ പഠിപ്പിച്ചുള്ളൂ, അല്ലേ? ദൈവത്തിരുസേന ഒരു പ്രാർത്ഥന പഠിപ്പിച്ചുള്ളൂ. അതിൻ്റെ അകത്ത് ഞങ്ങളെന്നാണ് പറഞ്ഞിരിക്കണം. സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ്, അല്ല ഞങ്ങളുടെ പിതാവേ. അപ്പോൾ തന്നെ അപ്പോൾ അവിടെ ഒരു ഭവന പ്രീ സപ്പോസ് ചെയ്യുന്നുണ്ട്. സക്കേവൂസിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഈശോ പറയും ഭവനത്തിന് രക്ഷകമായി വന്നിരിക്കുക. അപ്പോൾ സക്കേവൂസാണ് കർത്താവുമായിട്ട് ഇൻട്രാക്ട് ചെയ്തെങ്കിലും അതിൻ്റെ അനുഗ്രഹം ചാനൽ ഔട്ട് ചെയ്ത് എല്ലാവർക്കും കിട്ടുകയാണ്. അത് വലിയ ഒരു എപ്പോഴും ഓർത്തേക്കണം. അത് പ്രാർത്ഥിക്കുക, കർത്താവേ ഞങ്ങളെ ദൈവഭവനമായി സംരക്ഷിച്ച് നിലനിർത്തണമേ. അപ്പം നിസ്സാര കാര്യങ്ങൾക്ക് ഒരിക്കലും ഈ ദൈവ സംവിധാനത്തിൽ ഒരു ഫോറിൻ മാറ്ററിനെ കയറ്റരുത്. നിങ്ങൾ ഒരു കുടുംബമായാൽ അവരിരുവരും ഒരു ശരീരമായി തീരുമെന്ന് പറഞ്ഞപ്പോൾ അപ്പം തന്നെ മനസ്സിലാകാം മറ്റുള്ളതെല്ലാം ഫോറിൻ മാറ്ററാണെന്ന്. എന്താ കാര്യം? നിങ്ങൾ ഇരുവരും ഒരു ശരീരമായി തീരും. ഈശോ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പഴയ നിയമത്തിൽ ആ കോൺസെപ്റ്റ് ഈശോൻ്റെ കാലം വരുമ്പോൾ ഈശോ അതിന് അങ്കുലിയൻ ചാർത്തനുണ്ട്. ഈശോ അത് പഴയ നിയമത്തിൽ ഒത്തിരി സംഭവം ഈശോ എടുത്തിട്ടില്ല. എടുത്ത കാര്യങ്ങൾക്കെല്ലാം ഈശോ റീസൈൻ ചെയ്ത് കൊടുക്കും. അതിലൊന്നാണ് ഭർത്താവും ഭാര്യയും ഒരു ശരീരമായി തീരുമെന്നുള്ളത്. അപ്പം നിങ്ങൾ ഓർക്കും, അച്ഛാ എങ്ങനെയാണ് അച്ഛാ ഇങ്ങനെ ഓരോ വ്യത്യസ്തമായ സ്വഭാവമുള്ള ആൾക്കാരുടെ കൂടെ ജീവിക്കാൻ പറ്റണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നിങ്ങൾ മാരേജ് പ്രിപ്പറേഷൻ കോഴ്സ് കൂടിയ കൊണ്ട് മാത്രം കാര്യമായില്ല. അതിന് വേണ്ടത് ഇപ്പം അന്നാളുകളിൽ എന്താണ്, മിശിഹാക്കാലം വരത്തില്ലേ? മിശിഹാക്കാലത്തിനെക്കുറിച്ച് എന്താ പറയണത്? അന്നാളുകളിൽ സിംഹവും അതുപോലെ തന്നെ കരടിയും സിംഹവും ഒരുമിച്ച് മേയും. കുഞ്ഞുങ്ങളെ സർപ്പത്തിൻ്റെ അളയിൽ കൈയിടും. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യെശയ്യാ 11:6. യെശയ്യാ 11:6. ചെന്നായും ആട്ടിൻകുട്ടിയും ഒന്നിച്ച് വസിക്കും. പണിയായി. അമ്മായിയമ്മയും മരുമകളും കൂടി ഒരുമിച്ച് വസിക്കുമെന്നാണ് പറയണത്. രണ്ടും 2 സ്വഭാവമായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഇത് ഈശോ ദൈവത്തിന് അറിയാം ഇതിൻ്റെ അകത്ത് ചെന്നായും ഉണ്ട്. അതിനെ ചിലപ്പോൾ മരുമകളായിരിക്കും ചെന്ന, ചിലപ്പോൾ അമ്മായിയമ്മയായിരിക്കും ആട്ടിൻകുട്ടി. ആരെയും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ഈ സംഭവത്തിന് ഒരുമിച്ച് താമസിക്കുമെന്ന് പറയണത്. ആ ഭാഗം ഒന്ന് വായിക്കണം കേട്ടാ. ഇതിൻ്റെ പ്രശ്നമെന്ന് പറയണത് അനോയിൻറ്റിങ്ങിൻ്റെ കുഴപ്പമാണ്. അനോയിൻറ്റിങ് ഉണ്ടെങ്കിൽ ഇതിന് അനോയിൻറ്റിങ് എന്ന് പറഞ്ഞാൽ ബൈബിളിൽ ഇങ്ങനെയുള്ള ചേരാത്തവ ചേർക്കുന്ന സംവിധാനത്തിൻ്റെ പേരാണ് അനോയിൻറ്റിങ് എന്ന്. അത് സ്പെഷ്യൽ അഭിഷേകം കിട്ടും നമുക്ക്. അടുത്ത വചനം വായിച്ചേ. പുള്ളിപ്പുലി കോലാട്ടിൻകുട്ടിയോടുകൂടെ കിടക്കും. പണിയായി. പുള്ളിപ്പുലി. അപ്പോൾ കടിച്ചു കയറുന്ന സ്വഭാവമുള്ള ആൾക്കാരായിരിക്കും. നമ്മൾ ചിലപ്പോൾ ശാന്ത സ്വഭാവമുള്ള ആൾക്കാർ, നമുക്ക് സ്വരം കേൾക്കണതിന് അരിച്ചായിരിക്കും. ചില ആൾക്കാർ സ്വരത്തിലേ സംസാരിക്കത്തുള്ളൂ. ഇവിടെ സംസാരിച്ച ഭാര്യ പറയും, ഇവിടെ മനുഷ്യ പിള്ളേർ കേൾക്കാൻ മാത്രം സംസാരിക്കും, നാട്ടുകാർ മുഴുവൻ കേൾപ്പിക്കല്ലെന്ന് പറയും. ആ പുള്ളിപ്പുലിയാണ് സാധനം. നമ്മൾ ശാന്തം, നമുക്ക് സ്വരം കേട്ടിരിക്കുന്ന തലവേന വരും, നമ്മൾ കോലാടാണ്. അപ്പോൾ ഈ 2 സാധനത്തിന് ഒരുമിച്ച് ചേരാത്തതിനാണ് ചേർത്തിരിക്കണതല്ല, നിങ്ങൾ ചേരുന്നതിനല്ല. ദൈവം അവർക്ക് ചേർന്ന ഇണയെന്ന് പറയണത് ആ ചേരാത്തിനെ ചേർക്കാനുള്ളതിൻ്റെ ഒരു അഡ്ഹേഴ്സിയുണ്ട്. എന്താണത്? അത് കൃപയാണ്. അതായത് ഇപ്പോൾ ഒരു ഭർത്താവും ഭാര്യയും അവർ ചിലപ്പോൾ 11 കൊല്ലമൊക്കെ
പിരിഞ്ഞ് താമസിക്കുന്നവരുണ്ട്. അവിടെ ജോലി കുഞ്ഞുങ്ങളെ പോരണമെങ്കിൽ അതേ പറ്റത്തുള്ളൂ. പക്ഷേ അവർ തമ്മിലുള്ള വൈബ് കീപ്പ് ചെയ്യും പ്രാർത്ഥനയിൽ. ഇപ്പോഴാണെങ്കിൽ എന്ത് സുഖമാണ്, ഇലക്ട്രോണിക്സ് കാലഘട്ടത്തിൽ എന്ത് സുഖമാണ്. എല്ലാവരും കണ്ടുകൊണ്ട് സ്കൈപ്പിലും വീഡിയോയിലൊക്കെ അല്ല പ്രാർത്ഥിക്കണത്. ഒരിക്കലും ആരും അകന്നല്ല, നമ്മളെല്ലാവരും അടുപ്പിച്ചിരിക്കുകയാണ്. ഈ അപകട കാലഘട്ടത്തിൽ കെട്ടകാലം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഏറ്റവും സുന്ദരമായൊരു കാലമാണിത്. പണ്ടൊക്കെ ഒരു ട്രങ്ക് ബുക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആരെങ്കിലും ഫോണുള്ളവരുടെ വീട്ടിൽ പോയിട്ട് വേരിക്ക പോയി പാത്ത് നിൽക്കണം. നമ്മൾ ട്രങ്ക് ബുക്ക് ചെയ്തിട്ട് അവർ 1.5 മണിക്കൂർ കഴിയുമ്പോഴായിരിക്കും നമ്മളെ വിളിക്കണത്. ആ 1.5 മണിക്കൂർ വരെ നമ്മൾ കൊതുകടിയും കൊണ്ട് നിൽക്കണം. ആ കാലമൊക്കെ ദൈവം മാറ്റിയില്ലേ? അതിൻ്റെ അകത്ത് ഈ കൃപാസനം പോലും ഇത്ര കണ്ട് സുവിശേഷം കയ്യേറുന്നത് എങ്ങനെയാണ്? പുതിയ സംവിധാനം വന്നുകൊണ്ടാണ്. പുതിയ സംവിധാനം ദൈവം തരുമ്പോൾ നന്ദി. ഇപ്പം AI വരാൻ പോണ്. ഒരു വലിയ ആധ്യാത്മിക അഭിഷേകത്തിൻ്റെ കാലമാണ് ദൈവം തരാൻ പോണത്. ഇനി ഒരു ആരും ഇപ്പം അറബി നാട്ടിൽ പോലും ഹൂ ഈസ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ AI പറയും. അവിടെ മിഷണറിമാർക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, പള്ളി വെക്കാൻ പറ്റത്തില്ല, കൃപ എല്ലാം പറ്റത്തില്ല. പക്ഷേ AI കർത്താവ് നമ്മുടെ വിരൽത്തുമ്പിലാവും. കൈയടിക്കട്ടെ, ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയിന്റ് ഓർ സെക്കൻഡ് പോയിന്റിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദ്യമേ അച്ഛൻ പറഞ്ഞിരുന്നു, ഉടമ്പടി ബേസിക്കായിട്ട് അൾട്ടിമേറ്റായിട്ട് സാന്നിധ്യത്തിൻ്റെ സംവിധാനമാണ്. ദൈവത്തിന് എപ്പോഴും ഉള്ള ഒരു കൊതിയാണ് നമ്മുടെ കൂടെ നിൽക്കുക എന്നുള്ളത്. ദൈവം പറഞ്ഞാലും തീരാതെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും. നിൻ്റെ പുറകിൽ ഞാനുണ്ട്, നിൻ്റെ മുമ്പിൽ ഞാനുണ്ട്, എന്തെല്ലാം പറയണത്. അതൊക്കെ കേൾക്കുമ്പോൾ കണ്ണ് നിറയത്തില്ലേ? ബൈബിൾ വായിക്കുമ്പോൾ ദൈവസ്നേഹത്തോട് വായിക്കാൻ നോക്കണം. അല്ലാതെ അച്ഛൻ പറഞ്ഞ് അരമണിക്കൂർ വായിക്കാൻ, എന്നാൽ അച്ഛൻ പറഞ്ഞ് എവിടുന്ന് വായിക്കാൻ, എവിടുന്ന് വായിക്കാം, എവിടെയെങ്കിലും വായിക്കടി. അപ്പോൾ അങ്ങനെയല്ല, വായിച്ച് തീർക്കണവർ അരമണിക്കൂർ ആയതെന്ന് പറഞ്ഞ് വായിച്ചിട്ട് നോക്കിക്കൊണ്ടിരുന്നൊരു കാര്യം. അപ്പോൾ ദൈവത്തിന് അറിയാം ചുമ്മാ കള്ളത്തരാണെന്ന് പറയാം. അരമണിക്കൂർ വചനം വായിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അരമണിക്കൂറായ ക്ലോക്ക് കഴുത്ത് നീട്ടി ഭിത്തിയായിട്ട് നോക്കിക്കൊണ്ടിരിക്കും. വരെ കാര്യമുണ്ട്. ഇത് ദൈവസ്നേഹത്തിൽ. കാര്യം ദൈവം നിങ്ങളോട് സംസാരിക്കാൻ, നിങ്ങൾക്കറിയാമല്ലോ, ഈ വചനത്തിന് ഇപ്പോൾ പണ്ടൊക്കെ ഈ കമ്പ്യൂട്ടറിലൊക്കെ വൈറസ് കയറുമ്പോൾ നമ്മൾ വേറെ ഒരു ആൻറ്റി വൈറസിൻ്റെ CD ഇട്ട് കൊടുക്കും. കമ്പ്യൂട്ടർ വൈറസ് കയറി കഴിഞ്ഞാൽ സ്റ്റക്കാകും, പ്രോഗ്രാമൊക്കെ ഡാമേജ് ആകും, ജാമാകും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യും? നമ്മൾ ആൻറ്റി വൈറസിൻ്റെ CD വാങ്ങിച്ചിട്ട് ആ CD ഇട്ട് കൊടുക്കും. ഇപ്പോൾ മൈക്കലാഞ്ചലോ വൈറസ്, അവനാണ് ഇത്രയും നാൾ ഹാക്കിങ്ങിൻ്റെ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന അയാളാണ്. അപ്പോൾ ആ വൈറസിന് പറ്റിയ CD ഉണ്ട് വരെ. അപ്പോൾ അതിട്ട് കൊടുക്കുമ്പോൾ ഈ CD അകത്ത് കയറിയിട്ട് കംപ്ലീറ്റ് ഇതിൻ്റെ അകത്തുള്ള മുഴുവനും ഈ വൈറസിനെ ന്യൂട്രലൈസ് ചെയ്യും. ഇതുപോലെ നമ്മുടെ അകത്തുള്ള ദൈവത്തിൻ്റെ എതിരും, നമ്മളുടെ അകത്തുള്ള വിശ്വാസരാഹിത്യം, നമ്മുടെ അകത്തുള്ള ദൈവസ്നേഹക്കുറവ്, നമ്മുടെ അകത്തുള്ള അശുദ്ധി മുഴുവനും ന്യൂട്രലൈസ് ചെയ്യുന്നതിനാണ് ഈ വചനം വായിക്കുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? അതാണ് വചനം വായിക്കുമ്പോൾ ഉദ്ദേശം. അല്ല അറിവ് നേടാനല്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങളെ ന്യൂട്രലൈസ് ആയിരിക്കുന്നു എന്ന് വെച്ചാൽ അതല്ലേ 15:3 എടുത്ത് ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ. യോഹന്നാൻ 15:3 ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. അപ്പോൾ ഈ നമ്മളെ ശുദ്ധി എന്ന് പറയുന്ന വിശുദ്ധിയിൽ അത് ചില ദൈവത്തിന് നമ്മളതിൽ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു അനുകൂല സാഹചര്യം സൃഷ്ടിക്കുകയാണ് നമ്മൾ ചെയ്യണം വചനം വായിക്കുന്നതിലൂടെ. ദൈവത്തിന് ഇപ്പം നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് മുഴുവനും കാട് പിടിച്ച് കിടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തള്ളി മാറ്റി പൂച്ച ഉണ്ടാ, പട്ടി ഉണ്ടാ, കുറുക്കനുണ്ടാ എന്നൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി എന്ത് സ്ലോ ആയിരിക്കും അല്ലേ? പക്ഷേ നാഷണൽ ഹൈവേയിൽ വന്ന് കൃപാസനത്തിൽ ഇറങ്ങണമെന്ന് എന്ത് സ്പീഡാണ്. ഇതുപോലെ ദൈവത്തിനെയൊക്കെ പെട്ടെന്ന് പോയി ഇറങ്ങാൻ വേണ്ടിയാണ് നമ്മൾ റോഡ് റെഡിയാക്കണത്.
അതാണ് വചനം വായന എന്ന് പറയണത്. അരമണിക്കൂർ വചനം വായിക്കണം. അരമണിക്കൂർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അരമണിക്കൂറല്ലേ പറ്റത്തുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ടാണ് അങ്ങനെ പറയണത്. അഭിഷേകം കിട്ടിയാൽ എത്ര മണിക്കൂർ വേണമെങ്കിൽ വായിക്കാം. അത് ഏറ്റവും ഡിഫിക്കൽട്ട് ടൈമിലാണ് വചനം വായിക്കുമ്പോൾ പെട്ടെന്ന് കത്തണത്. നിങ്ങൾക്കറിയാം, വചനം നമ്മൾക്ക് പല കാലാവസ്ഥയിൽ വായിക്കാം. നമുക്കൊരു സന്തോഷമായിരിക്കുന്ന സമയത്ത് വായിച്ചു കഴിഞ്ഞാൽ അത് സ്ലോ പ്രോസസ്സിങ് ആയിരിക്കും. നമുക്കിപ്പോൾ ഭർത്താവ് നമുക്ക് 2 അടി വെച്ച് തന്നിട്ട് അയാൾ പോയി വെള്ളം അടിച്ച് വന്നിട്ട് പിന്നെ ഉടമ്പടി എടുത്തിട്ടും പോയി അയാൾ വെള്ളം അടിച്ച് ഈ പണ്ടാരത്തിൻ്റെ ആണ് ഈ കുടുംബം നശിപ്പിച്ച് തേച്ച് കഴുകുക. ഇയാൾ ചത്തെങ്കിൽ നമുക്ക് ഇയാളില്ലാതെ ഉടമ്പടി എടുക്കാൻ വരുന്നതെന്ന് പറയും. കാര്യം പൊറുതിമുട്ടിയിട്ട് പറഞ്ഞു പോണതാണ്. പുള്ളി വന്നിട്ടില്ല. ഇയാൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നീയെങ്കിൽ നീ കർത്താവ് ഈ മനുഷ്യനെ സ്നേഹിക്കാൻ എനിക്ക് അഭിഷേകം തരാൻ വേണ്ടി പ്രാർത്ഥിക്കണം, എന്നിട്ടിരുന്ന് വചനം വായിക്കണം. എല്ലാവരും വചനം വായിച്ചപ്പോൾ ദൈവം രക്ഷപ്പെടുത്തി എപ്പോഴാണെന്ന് അറിയാമോ? നിങ്ങളെ നിറഞ്ഞ കണ്ണോടി വായിച്ച കാലവും ചിരിച്ച ചിരിയോടെ വായിച്ച കാലവും 2 ഹാർവസ്റ്റിംഗ് ആണ്. ഒന്ന് 30 മേനിയും ഒന്ന് 60 മേനിയുമാണ്. നിറഞ്ഞ കണ്ണോടെ വചനം വായിച്ചതും ചിരിച്ചുകൊണ്ട് സന്തോഷിച്ച് വചനം വായിച്ചതും 2 മേനിയാണ്. ചിരിച്ചുകൊണ്ട് വായിക്കണം 30 മേനിയും, നിറഞ്ഞ കണ്ണോടെ വായിച്ചാൽ 60 മേനിയുമാണ്. വെച്ചാൽ അതായത് ഇപ്പം നീ രോഗിയായി, നീ കുറച്ച് കിടപ്പിലായെന്ന് വിചാരിച്ചു. ഇടയ്ക്ക് കിടപ്പിലാകണം നല്ലതാണ്. അയ്യോ ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഞാൻ കിടപ്പിലായെന്ന് ചോദിച്ചില്ലേ? കിടപ്പിലായെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ അടുത്തേക്ക് നമ്മളെ കുറച്ചുകൂടി ഉത്തരവാദിത്തങ്ങൾ കുറച്ച് ദൈവത്തിൻ്റെക്ക് അടുപ്പിച്ച് പ്രാർത്ഥിക്കാനുള്ള അവസരം കിട്ടിയെന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഞാൻ 2.5 മാസമൊക്കെ ആശുപത്രി കിടന്നിട്ടുണ്ട്. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ 2.5 മാസം ഗവൺമെൻറ് ആശുപത്രി കിടന്നുള്ള അവസ്ഥ എന്തായിരിക്കും? അപ്പം നമ്മൾക്കറിയാം, ബ്രദറായിരുന്ന സമയത്തും അച്ഛനായ സമയത്ത് പോലും ഞാൻ 1.5 മാസമൊക്കെ അച്ഛനായിട്ട് പോലും 1.5 മാസം ആശുപത്രി കിടന്നിട്ടുണ്ട്. ഈ മതിലകം ആശുപത്രിയിൽ അപ്പുറത്ത് മന്ദിരം ആശുപത്രി കിടന്നിട്ടുണ്ട്. അത് 1-2 ആഴ്ചയില്ലയോ. അപ്പോൾ ബ്രോങ്കൈറ്റിസ് അഫക്ഷൻ ഇത് വന്നു കഴിഞ്ഞാൽ തൊണ്ട പഴുത്ത് ശ്വാസത്തിൽ കഫം കയറി കഴിഞ്ഞാൽ പിന്നെ ന്യൂമോണിയായി ടൈഫോയിഡ് വരെ എത്തി ചാകണവരെ എത്തിയിട്ടേ തിരിച്ചു വരത്തുള്ളൂ. അപ്പോൾ ഈ കാലങ്ങളിലെല്ലാം പ്രെയർ ചെയ്യും ശരിക്കും. നമ്മൾക്ക് അല്ലെങ്കിൽ എന്തുമാത്രം ഫോൺ വിളിയും, എന്തുമാത്രം ആൾക്കാർ നമ്മളെ മീറ്റിങ്ങിന് വിളിക്കുന്നത്, അവിടെ വിളിക്കണേ, ബിഷപ്പ് ഹൗസ് വിളിക്കണേ, നാട്ടിൽ വിളിക്കണേ, വെഞ്ചരിക്കാൻ വിളിക്കണേ, നമുക്ക് തന്നെ നമ്മളെ കിട്ടാനില്ല. പിന്നെയാണ് നമുക്ക് ദൈവത്തിന് നമ്മളെ കിട്ടണത്. നമുക്ക് തന്നെ നമ്മളെ കിട്ടണില്ല, പിന്നെ എങ്ങനെ ദൈവത്തിന് കിട്ടണത്? അപ്പോൾ നമ്മൾ പറയുന്നത് സമയമില്ല എന്നൊക്കെ പറയും. പക്ഷേ ചില സമയത്ത് നമ്മൾ ആശുപത്രി കൊണ്ടിടും. അതിൻ്റെ അർത്ഥം എന്താണ്? നിനക്ക് ആവശ്യത്തിന് സമയം ഞാൻ എഴുതി തന്നിരിക്കണം എന്നാണ് പറയണം. ഇനി കാര്യം ഒരിക്കലും ഒരു സംഭവം നടന്നു, അതൊക്കെ നിങ്ങൾ അറിയണം നല്ലതായിരിക്കും തോന്നണേ. ഞാനിങ്ങനെ ഈശോ തന്നെ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും എനിക്ക് നല്ല പനി കയറി, പണ്ടാരം പിടിച്ച പനി. അപ്പോൾ അന്ന് ആലുവയിൽ സ്റ്റേഷനിൽ നിൽക്കുകയാണ് ഞാൻ. എന്തോ സെമിനാരിയിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഈ വ്യാഴാഴ്ചയാണ്. അപ്പോൾ അവിടെ നിന്ന് വ്യാഴാഴ്ചയാണ് ഈ ചീപ്പ് പൗഡർ സോപ്പൊക്കെ വാങ്ങിക്കണത്. അപ്പം അങ്ങനെ ഇറങ്ങിപ്പോയി. പക്ഷേ എനിക്ക് തിരിച്ച് സെമിനാരി പോകാൻ പറ്റണില്ല. പനി തലക്ക് കൊണ്ട് എന്നിട്ട് സർവാംഗം വിറക്കുകയാണ്. വിറച്ച അവസാനം ഞാൻ ആ പ്രൈവറ്റ് ബസ്സിൽ തിരിച്ചു വരാൻ നേരത്ത് ആ ജനകീയ വടിയെ തൂങ്ങി നിൽക്കുകയാണ്. ആൾക്കാർ നല്ല ഇടിയാണ് ബസ്സിനകത്ത്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഇവിടെ എവിടെയെങ്കിലും ഈ ബസ് പോണ റൂട്ടിൽ എവിടെയെങ്കിലും ആശുപത്രി ഉണ്ട്? അപ്പോൾ എന്നോട് പറഞ്ഞു അശോകപുരത്തുണ്ടെന്ന് പറഞ്ഞു. ഉടനെ ഞാൻ അശോകപുരത്തിലേക്ക് വണ്ടി ഇപ്പോൾ ആ റൂട്ടിൽ പോകണം. അപ്പോൾ സെമിനാരി കഴിഞ്ഞ് പിന്നെയും പോകണം, പെരുമ്പാവൂർ സൈഡിലേക്കാണ് പോകണം. അപ്പോൾ ആ സൈഡിലേക്ക് പോകണം. അപ്പോൾ ഞാൻ അവിടെ പോയി ഇറങ്ങിയിട്ട് ഞാൻ തിരിച്ച് സെമിനാരിലോട്ടൊന്നും വിളിച്ചില്ല. ബ്രദറാണെന്ന് മാത്രം കാഷ്വാലിറ്റി പറഞ്ഞ് അവിടെ അഡ്മിറ്റ് ചെയ്ത് ആരുമില്ല. കാര്യം ബോധമില്ലാത്തൊരു കണ്ടീഷനാണ്. പിന്നെ അവർ ഇഞ്ചക്ഷനൊക്കെ തന്നെ കിടത്തി. ഞാൻ പിറ്റേ ദിവസം സെമിനാരിലോട്ട് വിളിച്ച്, അവിടെ ആർക്കും ഇവിടെ വന്ന് നിൽക്കാനൊന്നും പറ്റത്തില്ല. എൻ്റെ അമ്മയ്ക്ക് നാട്ടിൽ നിന്നും വരാൻ പറ്റത്തില്ല. കാര്യം അമ്മയ്ക്ക് ചെവി കേൾക്കാൻ പറ്റാത്ത കാരണം പുറത്ത് പോകത്തില്ല. അപ്പോൾ അതിനേക്കാൾ ഗതികേടാകും. അപ്പോൾ കൂടെ നിൽക്കാൻ ആരുമില്ല. സെമിനാരിലാണെങ്കിൽ പരീക്ഷയുമാണ്. സെമിനാരിൽ പരീക്ഷ കാരണം അവരാർക്കും ഇവിടെ നിൽക്കാൻ പറ്റും. അപ്പം ഞാനും ഉണ്ട്, എൻ്റെ കട്ടിലുമുണ്ട്. അപ്പോൾ എന്നോട് അവിടുത്തെ ഇൻഫർമേറിയൽ എന്ന് പറഞ്ഞ ഒരാളാണ് ഈ ചികിത്സിക്കേണ്ടത് നമ്മളാണ്. പക്ഷേ മരുന്ന് വല്ല കൊണ്ടും തരണത് അയാളാണ് ഇവിടെ നോക്കണം. പുതപ്പ് വേണം എന്നൊക്കെ ചോദിക്കണതും. അപ്പം ഞാൻ പറഞ്ഞ് കിങ് ജെയിംസ് വേർഷൻ ബൈബിൾ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. കിങ് ജെയിംസ് വേർഷനാണ് ഏറ്റവും ടോപ്പ് ബൈബിള്, എംപാറ്റിക് റോയൽ ഇംഗ്ലീഷിൽ കിടക്കണ. അപ്പോൾ അത് ഞാൻ അടുത്ത ദിവസങ്ങളാണ് വാങ്ങിച്ചിരിക്കണത്. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ആ ബൈബിളൊന്നും എടുത്തു വരാൻ പറഞ്ഞു. അതേ ഞാൻ ചോദിച്ചോളൂ, വേറെ ഒന്നും ചോദിച്ചില്ല.
ബ്രദർ ആ ബൈബിൾ തന്നിട്ട് ബ്രദർ പോയി. പനിയൊക്കെ എല്ലാവർക്കും നാട്ടിൽ വന്നതല്ലേ, അതൊന്നും അവർക്ക് പ്രശ്നമില്ല, എനിക്കും പ്രശ്നമില്ല, ആരും നിൽക്കണമെന്ന് എനിക്ക് താല്പര്യമില്ല. കാര്യം ആരെയും ബുദ്ധിമുട്ട് നമ്മളെന്തിനാണ് കൂടെ നടത്തുന്നത്? ഞാൻ ഈ ടൈം മുഴുവനും ഒരു 72 മണിക്കൂർ പനിയുമായിട്ടുള്ള യുദ്ധമായിരുന്നു. 103 പനിക്ക് അഡ്മിറ്റ് ചെയ്തതാണ്. എന്നിട്ട് അവിടെ കിടന്ന് ഉള്ള ഓർമ്മയിൽ ഈ ബൈബിൾ മുഴുവനും വായിച്ച്, സെയിൻറ്റ് ജെയിംസ് വർഷം ഇംഗ്ലീഷ് മുഴുവൻ വായിച്ച് 72 മണിക്കൂർ കൊണ്ട് അത് വായിച്ചു തീർത്ത്. പക്ഷേ ഇന്നും അതിൻ്റെ അഭിഷേകം എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എന്നാൽ ഞാൻ അന്ന് തിയോളജിയിലോട്ട് പ്രവേശിച്ചിട്ടില്ല, ഫിലോസഫി പഠിക്കുന്ന കാലമാണ്. അപ്പോഴേ ആ കാലത്താണ് ഇത് വായിച്ചിരിക്കണത്. അപ്പോൾ ഇത് വായിച്ചോടുകൂടി അന്ന് മുതൽ എനിക്ക് മനസ്സിലായി ഈ ബൈബിള് നമ്മൾ പറയണ പുസ്തകമല്ലെന്ന് മനസ്സിലായി. കർത്താവിനെ പഠിപ്പിച്ചതാണ് ശരിക്കും, എന്നെ മാറ്റി നിർത്തി പഠിപ്പിച്ചതാണ്. അതായത് ഇത് നമ്മൾ പറയുന്ന ഒരു അറിവ് തരണത് യേശുവിൻ്റെ ജീവചരിത്രമോ ഒന്നുമല്ല, അതൊക്കെ അതിൻ്റെ അകത്തുണ്ട്. പക്ഷെ അതിനേക്കാളെല്ലാം ഉപരി ഈ പ്രപഞ്ചത്തെ നയിച്ച് ഭരിക്കുന്ന ശക്തിയുടെ ശ്വാസനിശ്വാസങ്ങളാണ് നമ്മളെ ഇങ്ങനെ എംപവർ ചെയ്യണത്. അതിനാണ് അഭിഷേകം എന്ന് പറയണത്. ഇപ്പോൾ ബൈബിൾ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ കിസ് ചെയ്യണം. എന്നിട്ട് ഇരുന്നുകൊണ്ട് ഇഷ്ടമുള്ള തുറന്ന് വായിച്ചാൽ മതി. ബൈബിളിനൊരു ഗുണമെന്ന് പറയണത് നീ വലത്തോട്ട് ഇടത്തോട്ട് തിരിയുമ്പോൾ പിന്നെ ആ ടെക്സ്റ്റ് 30 എടുത്ത് 30-21 ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശയ്യ 30:21 നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ പറഞ്ഞേ, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി ഇതിലേ പോവുക. അപ്പം കാണാത്ത ഇടങ്ങളിൽ നിന്ന് കിട്ടുന്ന, ഇപ്പം നമുക്ക് പിന്നിൽ എന്ന് പറയുമ്പോൾ കാണാൻ പറ്റത്തില്ലല്ലോ അല്ലേ, മുമ്പിലാണ് കാണാൻ പറ്റും. അപ്പോൾ കാണാൻ പറ്റാത്ത ഇടങ്ങളിൽ നിന്ന് പിന്നെ റീസണബിൾ അല്ലാത്ത കാര്യങ്ങൾ, അതാണ് പിന്നെ ബൈബിളിൽ പിന്നിലെന്ന് പറയുന്നതാണ്. ഇപ്പം യുക്തിപരമായിട്ട് നമുക്ക് കാണാവുന്നത് മനസ്സിലാക്കാവുന്നതൊക്കെ ഉണ്ട്. പക്ഷെ പിന്നിലെന്ന് പറയുമ്പോൾ നമുക്കൊരു യുക്തിയുമില്ല, നമുക്ക് കാണുന്നില്ല, നമുക്കവിടെ ഒരു ടാഞ്ചിബിളായിട്ട് യുക്തിസഹമായിട്ട് ഉള്ള ഒരു സ്പേസ് അല്ല. പിന്നിൽ നിന്നാണ് ഈ സ്വരം കേൾക്കുന്നത്. ചില സമയത്ത് നമ്മൾക്ക് ബുദ്ധിപരമായ നമ്മുടെ അറിവ്, മുന്നറിവ്, നമ്മുടെ അറിവ് എല്ലാം അതിൻ്റെ അപ്പുറത്ത് എപ്പോഴും ബൈബിളിൽ നിന്ന് ദൈവത്തിന് ഒരു പിന്നുണ്ട്. എന്നുവെച്ചാൽ പുറകുവശം മനുഷ്യനെ കണ്ണോ കാതോ കൊണ്ട് കണ്ണോ കൊണ്ടോ കൈ കൊണ്ടോ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ മനസ്സിലാക്കാത്ത ഒരു അഭവമായ അജ്ഞാതമായ കോണിൽ നിന്നുകൊണ്ട് ദൈവം നമ്മളോട് സംവേദിക്കും. അതിൻ്റെ അകത്ത് ഒരു സാധനമാണ് അതിലൊരു സംഭവമാണ് ബൈബിൾ എന്ന് പറയണത്. അപ്പം ഇപ്പം നമ്മൾക്ക് പഠിച്ചവരോട് പറയുകയാണെങ്കിൽ അവർ ചിരിക്കും ഉടനെ. ബൈബിളിൽ നിന്ന് കർത്താവ് പറഞ്ഞെന്നൊക്കെ അല്ലേ ആൾക്കാർ പറയണത്. ആൾക്കാരുടെ അനുഭവങ്ങൾ ഔദ്യോഗിക സഭയുടെ അനുഭവങ്ങളെക്കാൾ മുകളിലാണ് ഇപ്പോഴേ. പക്ഷെ ഔദ്യോഗിക സഭയ്ക്ക് അത് അറിയത്തില്ല. ഞാൻ അച്ഛനായ കാലം മുതൽ 38 കൊല്ലം മുതൽ 37ാമത്തെ കൊല്ലം മുതൽ ജനങ്ങളുടെ കൂടെയാണ്. അപ്പോൾ ജനങ്ങളുടെ ആധ്യാത്മിക അനുഭവങ്ങളെക്കുറിച്ച് എനിക്ക് നല്ല ധാരണയാണ്. അപ്പോൾ ആധ്യാത്മിക അവരുടെ സിമ്പിളായിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് അനുഭവങ്ങളാണ് ജനങ്ങൾക്കുള്ളത്. സിമ്പിളാണ്, പക്ഷേ കോംപ്ലിക്കേറ്റഡ് അനുഭവങ്ങളാണ് ഉള്ളത്. ഈ അനുഭവ തലങ്ങളെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ബുദ്ധി നമ്മൾ അഡ്ഹിയർ ചെയ്യേണ്ടി വരും. അത് അക്കാഡമിക്കായിട്ടുള്ള ആൾക്കാർക്ക് അത് ഈ ജന്മത്തിൽ പറ്റത്തില്ല. അതാണ് സഭയെ ദൈവം നയിച്ചത് എല്ലാം. ഈ കഴിഞ്ഞ 500 കൊല്ലത്തെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ വിൻസെൻ്റ് ഇപ്പോൾ അതൊരു ലേമനാണ് തുടങ്ങിയത്, സഭയെ നയിച്ചത്. അതുപോലെ തന്നെ നമ്മളുടെ ഇതില്ലേ BCC, അതും തുടങ്ങണത് അൽമേര തുടങ്ങിയത്, അല്ലാതെ സിനഡല്ല തുടങ്ങിയത്, അൽമേര തുടങ്ങിയത്. അപ്പോൾ അൽമേരയുടെ ദൈവാനുഭവങ്ങൾ 500 കൊല്ലത്തെ ദൈവാനുഭവങ്ങളെന്ന് പറയുമ്പോൾ സഭയെ നയിച്ച ഒരു അണ്ടർലൈൻ ചൈതന്യത്തിലൂടെ ദൈവം സഭയെ ശക്തമായി നയിക്കുക. കരിസ്മാറ്റിക് മൂവ്മെൻറ്റ് ആരാണത്? അത് എന്തെങ്കിലും ഒരു സിനഡ് കൂടിയിട്ട് തീരുമാനിച്ചതാണ്? അല്ല, അതൊരു ലേമൻ മൂവ്മെൻറ്റാണ്. സഭയെ നവീകരിച്ച ശക്തിപ്പെടുത്തിയ എല്ലാ മൂവ്മെൻറ്റുകളും നമ്മുടെ ജ്ഞാനസ്ഥാനത്തിൻ്റെ പിൻബലത്തിൽ ദൈവം അൽമേരെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ദൈവം തുടങ്ങി വെച്ച ദൈവത്തിൻ്റെ സ്വന്തം സംരംഭങ്ങളാണ്.
അതിലൂടെയാണ് സഭ ഇത്രയും നാൾ നയിച്ച് ഭരിച്ച് പോന്നിരിക്കുന്നത്. നമ്മൾ നോക്കിയാൽ മതി, ഓരോ ചരിത്രങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ ഈ സാധാരണ മനുഷ്യൻ്റെ ദൈവാനുഭവങ്ങളും സാധാരണ മനുഷ്യൻ സഭയെ പണിതുയർത്താൻ വേണ്ടി ദൈവം പാവപ്പെട്ടവന് ഉപയോഗിച്ചതും നോക്കാനാണെങ്കിൽ നമ്മൾക്ക് ഇനിയും ഭയങ്കര പ്രത്യാശയ്ക്ക് വകയുണ്ട്. കാര്യം ഇനിയും ദൈവം നിങ്ങളെ ഉപയോഗിക്കും. കാരണം നിങ്ങളിലൂടെ കേൾക്കുന്ന ദൈവാനുഭവങ്ങളും ദൈവാനുഭവത്തിൻ്റെ ഓരോ വ്യത്യസ്തങ്ങളായ അനുഭൂതികളും ആന്തരിക ബോധ്യങ്ങൾക്ക് പറ്റിയ സാക്ഷ്യവും സാക്ഷ്യത്തിന് പറ്റിയ വേദസാക്ഷ്യമോ രക്തസാക്ഷ്യമോ എന്ത് തന്നെ ആയാലും സഭയെ എംപവർ ചെയ്യുന്നതിന് വേണ്ടി അറിവിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് അഭിഷേകമെന്ന് പറയുന്ന ബൈബിള് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വായിച്ചുകൊണ്ടേയിരിക്കണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എന്നെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി എന്നെ വിശുദ്ധ ഗ്രന്ഥങ്ങള് പാരായണം ചെയ്യുന്നതിനായി അങ്ങനെക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. വചനം ദൈവസ്നേഹത്തോടെ വായിച്ച് അഭിഷേകം പ്രാപിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ സഭയെക്കുറിച്ച് തീഷ്ണതയുണ്ടാകണം. നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് മാത്രമല്ല. കാര്യം സഭയുടെ ഏറ്റവും ചെറിയ ഘടകമാണ് കുടുംബം. അപ്പോൾ എൻ്റെ ചർച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് എപ്പോഴും സങ്കടവും എനിക്ക് പണ്ടുണ്ടായിരുന്ന സാധനമാണ്. എപ്പോഴും സഭയെക്കുറിച്ച് ചിന്തിച്ചും ആലോചിച്ചും പ്രാർത്ഥിച്ചും സഭയുടെ വലിയ വലിയ വാർത്തകളിൽ സന്തോഷിച്ചും ഒക്കെ ദൈവത്തെ ഇഷ്ടപ്പെട്ടു പോയൊരു കാലമുണ്ട്. അപ്പം നിങ്ങൾക്ക് സഭയെ ഇഷ്ടപ്പെട്ടു പോയാൽ സഭയിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരല്ല സഭയെ. അത് നിങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരാണല്ലേ. ഞങ്ങളാരും ചന്തലിൽ നിന്ന് ചൊവ്വയിൽ നിന്ന് വന്ന ആൾക്കാരല്ല. നിങ്ങളൊക്കെ പെറ്റ് വീട്ടിൽ വളർത്തിയിട്ട് സഭയിൽ ചെന്ന ആൾക്കാരാണ്. അപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കുഴപ്പമുണ്ടായിട്ടുണ്ടെന്ന് എൻ്റെ അർത്ഥം. അപ്പോൾ അത് ഒരുമിച്ച് സഹിച്ചാൽ മതി. അല്ല, ആരും പഴിചാറ്റൊരു കാര്യമില്ല. നമുക്ക് ചെയ്യേണ്ടത് ഒരുമിച്ച് സഹിക്കുന്നതിനേക്കാൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. എന്തെങ്കിലും വിഷയം സഭയിൽ കേട്ടാൽ അത് സാത്താൻ അത് മുതലെടുക്കും. സഭയിലേക്ക് വിശ്വസിക്കാൻ ആശയം അർപ്പിച്ചവർക്ക് അവരുടെ അവലംബങ്ങൾ തകർക്കുന്നതിന് വേണ്ടി സാത്താൻ അങ്ങനെ ഉപയോഗിക്കും. ഇപ്പോൾ ചിലർക്ക് മാനസികമായ വിഭ്രാന്തികൾ കുഞ്ഞുനാൾ മുതലേ ഉണ്ടാവും. ഇപ്പോൾ 2-3 കന്യാസിമാരൊക്കെ ആത്മഹത്യ ചെയ്തില്ലേ? അപ്പോൾ നിങ്ങളൊക്കെ കന്യാസിമാർ ആത്മഹത്യ ചെയ്താൽ അതല്ല എന്താ കാര്യം? ആർക്കെങ്കിലുമൊക്കെ ഈ കുടുംബപരമായിട്ട് ആത്മഹത്യാ പ്രവണതകളുണ്ടാവും. ആ പിടികിട്ടത്തില്ല. നമുക്ക് ഇവരെ എടുക്കണ കാലത്തൊന്നും പിടികിട്ടത്തില്ല. അവർ വളർന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ പോകുമ്പോൾ മാത്രമേ അവരുടെ ആ മനസ്സിൻ്റെ ബലക്ഷയങ്ങൾ അവരെ തളർത്തിയിട്ട് അതിൻ്റെ ആ വികാരം അനുസരിച്ച് പ്രവർത്തിച്ചു പോകും. അപ്പോൾ നമുക്ക് സങ്കടമൊക്കെ വരും. സങ്കടമൊന്നും വരണ്ട. അവർ പേഷ്യൻ്റാണ്, അല്ലെങ്കിൽ നമ്മളുടെ കുടുംബത്തിൽ തന്നെ പോയിട്ടുള്ളവരാണ്. പിന്നെയുള്ള കാര്യങ്ങൾ ഫിൽറ്ററിംഗ് ഒന്നും നടക്കത്തില്ല. പണ്ടൊക്കെ ഫിൽറ്ററിങ് നടക്കുമായിരുന്നു. ഇന്നിപ്പോൾ ദൈവവിളി കുറവായത് കാരണം ഫിൽറ്ററിങ് നടക്കത്തില്ല. പിന്നെ നിങ്ങളാണെങ്കിൽ വെച്ചാൽ ദൈവത്തോട് സ്നേഹമില്ല. നിങ്ങളൊരു വയറ്റിപ്പിഴപ്പ് ക്രിസ്ത്യാനിയായിട്ട് അങ്ങ് ജീവിക്കുകയാണ്. അതെനിക്ക് ഓരോ ദൈവത്തിന് ഇപ്പോൾ ഒരു 4 മക്കളുള്ളവർ അല്ലെങ്കിൽ 3 മക്കളുള്ളവർ 2 മക്കളുള്ളവർ ഒരാളെ ദൈവത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞ് മാതാപിതാക്കന്മാരെ പ്രാർത്ഥിക്കണമെങ്കിലുണ്ടല്ലോ, തീർച്ചയായിട്ടും ദൈവം ആ പ്രാർത്ഥന കേൾക്കും. ഇവർ പ്രാർത്ഥിക്കത്തില്ല. എങ്ങനെ അച്ഛനാക്കരുത്, എങ്ങനെ കന്യാസ്ത്രീ ആക്കരുതെന്നാണ് നിങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്യണത്. 6 പ്രസവിച്ചാലും 7 പ്രസവിച്ചാലും നിങ്ങൾ തന്നെ വേണം. ഈ നിങ്ങൾ പ്രസവിച്ച സംഭവത്തിന് നിങ്ങൾ തന്നെ ഉപയോഗിക്കണമെങ്കിൽ പന്നിയല്ലേ പ്രസവിച്ച കുഞ്ഞുങ്ങളെ തിന്നണത്? ദൈവത്തിന് കൊടുക്കണ്ടേ? പ്രസവിച്ച് കഴിയുമ്പോൾ പന്നി വളർത്തുന്ന ആൾക്കാരെന്താ ചെയ്യണത്? പ്രസവിക്കുകയാണെങ്കിൽ പന്നിയുടെ സ്വരത്തിന് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ തന്നെ പന്നിയുടെ ആൾക്കാർ മുതലാളി എന്നിട്ട് അടുത്ത് നിൽക്കും. പ്രസവിക്കണ എടുത്ത് മാറ്റും. അല്ലെങ്കിൽ ഗർഭച്ചൂരെന്നും പറഞ്ഞുകൊണ്ട് ഈ സാധനം അതിനെ തിന്നും. നമ്മുടെ മക്കളെ നമ്മുടെ വീട്ടിൽ തന്നെ നിർത്തി ജോലി മേടിച്ച് കൊടുത്ത് അവരുടെ പണം കൊണ്ട് നമ്മൾ തന്നെ ജീവിക്കുക. സഭയെ വളർത്താൻ വേണ്ടി നിങ്ങൾ ദൈവവിളിക്ക് കൊടുക്കുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ തിരുസേന നിങ്ങൾ ആരാണെന്നൊന്നും ഞാൻ പറയണില്ല. അത് നിങ്ങൾ കർത്താവിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴായിരിക്കും അബദ്ധം പറ്റിയ മനസ്സിലായത്. ഒരാളെങ്കിലും ദൈവത്തിന് വേണ്ടി കൊടുക്കേണ്ടതായിരുന്നു എന്നൊന്ന് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഞാൻ ദൈവവിളി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തി
വ്യക്തിയായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, എനിക്കിനി പ്രസവിക്കാനോ കുഞ്ഞുങ്ങളെ അങ്ങേക്ക് നൽകാനോ നിവൃത്തിയില്ലെങ്കിലും ആ വിഷയം വെച്ചുകൊണ്ട് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സഭയിൽ നല്ല ദൈവവിളി ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നതിനായി ഞാൻ പരിശ്രമിക്കാം. ഞങ്ങളുടെ സമൂഹത്തിൽ നിന്ന് അഭിഷേകമുള്ള ധാരാളം ദൈവവിളികൾ നൽകി ധന്യമാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പൊ ഇങ്ങനെ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുകയും ദൈവത്തിന് നാമത്തെ മഹത്വപ്പെടണം, സുവിശേഷം ദൈവത്തെ മറ്റുള്ളവർക്ക് അറിയിക്കണം എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച് ആലോചിച്ചിട്ടാണ് ഈ വചനം വായിക്കണമെങ്കിൽ വചനം പെട്ടെന്ന് അഭിഷേകമാകും. അല്ല, ദൈവത്തിന് ഒരു പ്രയോജനമില്ലാതെ നിങ്ങളിത് വായിച്ചുകൊണ്ട് ഇത് പെട്ടെന്ന് അഭിഷേകം ഈ ബോയിലിംഗ് പോയിൻ്റ് കൂട്ടണം. ബോയിലിംഗ് പോയിൻ്റ് ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ ജീവിത രീതികളിൽ നിന്ന് ദൈവത്തെ അറിയാത്തൊരു കാര്യമുണ്ടല്ലോ. എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും. ദൈവത്തെ അറിയാത്തൊരു കാലഘട്ടം എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും. അറിഞ്ഞിട്ട് അംഗീകരിക്കാത്ത കാലഘട്ടം, ദൈവത്തെ അറിഞ്ഞിട്ട് അറിവനുസരിച്ച് ജീവിക്കാത്ത കാലഘട്ടം, ഒരു കാലഘട്ടം അജ്ഞതയുടെ കാലഘട്ടം. അപ്പം നമ്മൾ ഉടമ്പടിയിലൂടെ തിരിച്ചു വന്നു കഴിയുമ്പോൾ ഈ അജ്ഞതയുടെ കാലഘട്ടം ദൈവം പിന്നെ അത് കൗണ്ട് ചെയ്യത്തില്ല. അജ്ഞതയുടെ കാലഘട്ടത്തെ പ്രവർത്തനങ്ങൾ 17:30 അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുത്തില്ല. ഒന്ന് പറഞ്ഞേ, അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുത്തില്ല. എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു. ഇതൊരു കൽപ്പനയാണ്, ഉടമ്പടിയിലൂടെ വന്നിരിക്കുന്ന ഒരു കൽപ്പനയാണ്. അപ്പം അതിൻ്റെ അകത്ത് എല്ലാ ആൾക്കാരും ഉണ്ട്. ക്രിസ്ത്യൻസ് ഉണ്ട്, ഹിന്ദുസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്, അല്ലേ? അപ്പോൾ അതിനൊന്നും വായിച്ച് എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പറഞ്ഞേ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു. ആഗ്രഹമല്ല, പിന്നെ എന്താണ്? ആജ്ഞാപനമാണ്. അപ്പം നമുക്ക് ഓപ്ഷൻ ഇല്ല. ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാൻ പറ്റത്തില്ല. ചെയ്തേ മതിയാവത്തുള്ളൂ. പ്രാർത്ഥിക്കുക, കർത്താവേ എല്ലായിടത്തുമുള്ള എല്ലാ ജനങ്ങളിലും ഞാൻ ഉൾപ്പെടുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങേ അറിയാത്ത എന്റെ അജ്ഞതയുടെ പഴയ കാലങ്ങളെ വിസ്മരിച്ചുകൊണ്ട് അങ്ങയോട് ഐക്യപ്പെടുന്ന ഉടമ്പടിയുടെ പുതിയ കാലം എനിക്ക് നൽകിയതിന് നന്ദി പറയുന്നു. ആരാധന വലിയ പരിശുദ്ധാത്മാവിന്റെ കൃപ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉടമ്പടിയുടെ ഏറ്റവും വലിയ വിജയം മറ്റ് പ്രാർത്ഥനകളെ എല്ലാം മനുഷ്യനെ ഓറിയന്റഡ് ചെയ്താണ് വരുന്നത്. പക്ഷെ ഈ ഉടമ്പടി വരുമ്പോൾ അതിൽ ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾ കൂടി അതിൻ്റെ അകത്ത് ഉൾച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ദൈവിക കാര്യങ്ങളെ കൂടുതൽ തീക്ഷ്ണതയോടെ ചെയ്യുമ്പോൾ, ഇപ്പം ഞാനിടയ്ക്ക് നമ്മുടെ അച്ഛന്മാരോട് പറയുകയും പൊതുവേ ഞങ്ങളൊക്കെ ഇരിക്കുമ്പോൾ ഭക്ഷണത്തിലൊക്കെ ഇരിക്കുമ്പോൾ എപ്പോഴും ദൈവിക കാര്യങ്ങളെ ഇവിടെ സംസാരിക്കത്തുള്ളൂ. സാധാരണ എന്തെങ്കിലും മാനുഷികമായ കാര്യങ്ങളിലേക്ക് സംസാരിക്കണമെങ്കിൽ പൊതുവേ ഞങ്ങൾ ഒരുമിച്ച് സംസാരം നിർത്തിയിട്ട് തിരിച്ചു പോരും. അതിൻ്റെ അർത്ഥം അപ്പോഴേ ഞാൻ അച്ഛന്മാരോട് ചില സമയത്ത് പറയുകയും കർത്താവ് ചോദിച്ചിരിക്കുന്നത് ആര് എനിക്ക് വേണ്ടി പോകും, ആര് ഞാൻ
അയക്കും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യെശയ്യ 6:8. യെശയ്യ 6:8. അതിനുശേഷം കർത്താവ് അരുൾ ചെയ്യുന്നത് ഞാൻ കേട്ടു. ആരെയാണ് ഞാൻ അയക്കുക? ആരാണ് നമുക്ക് വേണ്ടി പോവുക? ആരെയാണ് ഞാൻ അയക്കുക? പിന്നത്തെ ചോദ്യം എന്താണ്? ആരാണ് നമുക്ക് വേണ്ടി പോവുക? ആരെയാണ് ഞാൻ അയക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അയക്കാനൊരു 1000 ഉണ്ട്. അതൊക്കെ അവരുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടി പോകുന്ന ആൾക്കാരാണ്. ആരെയാണ് ഞാൻ അയക്കുക? ആരാണ് എനിക്ക് വേണ്ടി പോവുക? അതാണ് പ്രശ്നം. ഉടമ്പടിയിൽ എല്ലാ പ്രാർത്ഥനയിലും അയക്കപ്പെടാൻ വേണ്ടി ഒത്തിരി ആൾക്കാരുണ്ടാവും. ദൈവത്തിന് വലിയ പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ല. ഉടമ്പടി വരുമ്പോൾ അങ്ങനെയല്ല. ആരാണ് ഞാൻ അയക്കുക, പിന്നെ ആരാണ് എനിക്ക് വേണ്ടി പോവുക. അപ്പം എനിക്ക് വേണ്ടി പോകുന്ന മിഷൻ ഉടമ്പടിയിൽ ഒത്തിരി ഉണ്ട്. ഇത് പല ആൾക്കാർ ചിലർ ചെയ്യും, ഒപ്പിച്ചുണ്ടാക്കും. ചിലർ പിന്നെ ആ കടമ പോലെ നിർവഹിക്കും. ചില ആൾക്കാർ കടമ വേറെ ആൾക്കാരെ ഏൽപ്പിച്ചിട്ട് നോക്കും. എന്നിട്ട് അവരതിൻ്റെ അകത്തുള്ള പ്രാർത്ഥന മാത്രം എടുക്കും. ചില ഈ 2ാം ക്ലാസ്സുകാർ ഒരു അര വയസ്സുള്ള കുഞ്ഞുങ്ങളൊക്കെ ഇല്ലേ, ഈ ഷഡ്ഡിയൊക്കെ ഇട്ട് നടക്കുന്ന കാലത്ത് അവരുടെ മുമ്പിൽ കേക്ക് വെച്ചുള്ള അവസ്ഥ എന്താണ്? അവരാ ചെറിപ്പഴം എടുത്ത് തിന്നുവെച്ചും വീട്ടിൽ പോകും ഇല്ലേ? കേക്ക് നമ്മൾ ബർത്ത്ഡേക്ക് വെക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഐസ്ക്രീമും ഉണ്ടാവും, അതിൻ്റെ അകത്ത് ചെറിപ്പഴം ഉണ്ടാകും. അപ്പോൾ കുഞ്ഞുങ്ങൾ വന്നിട്ട് എന്താ ചെയ്യണത്? ആ ചെറിപ്പഴം എടുക്കും, ഐസ്ക്രീമും എടുത്ത് വെച്ചും കേക്ക് കഴിക്കത്തില്ല. ഉടമ്പടിയിലുള്ള ഐസ്ക്രീമാണ് ചില ആൾക്കാർക്ക്. ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മാത്രം ചൊല്ലിക്കൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? പ്രത്യക്ഷീകരണ പ്രാർത്ഥന നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടി. അപ്പോൾ അതിപ്പോൾ അങ്ങനെയുള്ളവരെ ഈ തുണിയില്ലാത്ത പിള്ളേരായിട്ട് ദൈവം കാണത്തുള്ളൂ. അപ്പോൾ ഓർത്തേക്കണം, വലിയമ്മ ചേട്ടത്തിമാരൊക്കെ ചെയ്യണം ഇത് തന്നെയാണ്. ദൈവത്തിൻ്റെ മുമ്പേ നിങ്ങൾ ശിശുക്കളാണ്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഐസ്ക്രീം നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടി. കഷ്ടപ്പെട്ട ഒത്തിരി ജോലികൾ അതിനകത്തുണ്ട്. ഒന്നാമത്തെ ഉള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ വിശ്വാസം ഒന്നും ഇതിൻ്റെ അകത്ത് മെൽട്ടിങ് പോയിൻ്റൊക്കെ ഭയങ്കര വ്യത്യാസമുണ്ട്. എനിക്കറിയാമല്ലോ മെൽട്ടിങ് പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃപയുടെ ഓരോരോ ഗാഠമായ കൃപ, ഡൈല്യൂട്ടായിട്ടുള്ള കൃപ, ഇങ്ങനെ വ്യത്യസ്തങ്ങളുണ്ട്. ഇതിനൊക്കെ മെൽട്ടിങ് പോയിൻ്റ് വ്യത്യാസം. ഇപ്പോൾ മണ്ണ് ഉരുക്കണമെങ്കിൽ ഒരു 800 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വെള്ളമാണെങ്കിൽ അത് ബോയിൽ ചെയ്യണമെങ്കിൽ ഒരു 100 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ വെള്ളം തിളക്കും. പക്ഷെ മണ്ണ് തിളക്കത്തില്ല. മണ്ണ് തിളക്കണമെങ്കിൽ 800 ഡിഗ്രി വേണം. സ്വർണം തിളക്കണമെങ്കിൽ 1300 മറ്റേ വേണം. അപ്പം ഇങ്ങനെ മെൽട്ടിങ് പോയിൻ്റ് വ്യത്യാസമുണ്ട്. കൃപയുടെ കാര്യത്തിൽ നിങ്ങൾ കിട്ടാൻ പോകുന്ന കൃപയുടെ ക്വാളിറ്റേറ്റീവിൽ മെൽട്ടിങ് പോയിൻ്റ് വ്യത്യാസമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാഠകൃപ എന്ന് പറയുന്നത് കർത്താവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ തനത് കൃപയ്ക്കാണ് ഗാഠകൃപ എന്ന് പറയുന്നത്. റീസൺ, ഈ കർത്താവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ഗാഠകൃപ കിട്ടിയാൽ മാത്രമേ നിത്യയിൽ നമുക്ക് കൂടുതൽ പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. നിത്യത വെച്ച് നോക്കാതെ നിങ്ങൾ ഒരു മണ്ടത്തോട് കാണിക്കരുത്. ക്രിസ്തു ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ആൾക്കാർ കല്യാണം കഴിക്കുകയും മക്കളുണ്ടാകുകയും PSC ടെസ്റ്റ് എഴുതുകയും ജോലി കിട്ടുകയും ഒക്കെ ചെയ്യുന്നത്. ഇത് മാത്രം ജോലിക്കാരാണ് ഉണ്ടായത്. ക്രിസ്തുവിൻ്റെ കാലത്ത് തന്നെ ഉള്ളവൻ്റെ ജോലി കളയുകയാണ് ചെയ്തത് ക്രിസ്തു ഇല്ലേ? മത്തായിനൊക്കെ അയാൾ നല്ല ബിസിനസ് ആയിരുന്നു, ടാക്സ് കളക്ടറായിരുന്നു. നീ ഇപ്പോൾ പണിയൊക്കെ നിർത്തി പോരാൻ പറഞ്ഞു. മത്സ്യത്തൊഴിലാളി 2 വള്ളവും വില ഉണ്ടായിരുന്ന ആളാണ്. 10 ദിവസത്തിൻ്റെ വള്ളമെന്ന് പറഞ്ഞിടത്ത് ഇസ്രായേലിൽ കടപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പോയി കണ്ടാണ്. 10 ദിവസത്തിന് വള്ളമാണെന്ന് അറിയാൻ പാടില്ല. ആ 10 ദിവസത്തിൻ്റെ വീടിൻ്റെ അടുത്ത് 2 വള്ളങ്ങൾ വെച്ചിട്ടുണ്ട്. ഇത് 10 ദിവസത്തിൻ്റെ വള്ളമാണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ വള്ളവും വിലയൊക്കെ ഉണ്ടായിട്ട് അത്യാവശ്യം ജീവിക്കാൻ മാർഗം ഉണ്ടായിരുന്ന ആൾക്കാരെയാണ് കർത്താവ് പറഞ്ഞ് പണിയൊക്കെ നിർത്തി പോകാം, എൻ്റെ കൂടെ പോകാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ പോരുക എന്നുള്ള വർത്തമാനം ക്രിസ്തുവിൻ്റെ യാത്രയിൽ നമ്മുടെ ചില സൗകര്യങ്ങൾ ഉപേക്ഷിച്ചിട്ട് ക്രിസ്തുവിന് വേണ്ടി വേല ചെയ്യുന്ന ഒരു വിഷയമുണ്ട്. ഇതിനെ ഓവർലുക്ക് ചെയ്തുകൊണ്ട് നിങ്ങളെ പ്രത്യക്ഷയുടെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നിട്ട് ഈ സാധനം ബോയിലാകത്തില്ല. ബോയിലാകും, അത് വെള്ളം പോലെ തിളക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ നമ്മൾക്ക് വേണ്ടത് ഗാഠകൃപയാണ് വേണ്ടത്. ഗാഠകൃപ എന്ന് പറയുന്നത് കൃപ ഇതിൻ്റെതാണ്. അതായത് റിസക്ഷൻ്റെ തനത് കൃപയാണ്. ഗാഠകൃപ കിട്ടിയാൽ നമുക്ക് അപ്പം തന്നെ നമ്മുടെ ഉയർപ്പ് ഉറപ്പാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഓർക്കും അല്ലെങ്കിൽ ഉയർപ്പ് ഉറപ്പാക്കാൻ പറ്റുകയില്ലേ?
പറ്റും. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട് അവിടെ. എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, ഈ ദൈവത്തെ ആസ്വദിക്കുന്നതിനൊക്കെ എല്ലാം ആനുപാതികമായിട്ടുള്ള കപ്പാസിറ്റി പ്രോബ്ലം ഉണ്ട്. കപ്പാസിറ്റി, കഴിവ്. എല്ലാവർക്കും ഒരു കഴിവല്ലല്ലോ. ഇപ്പോൾ എന്താ പ്രശ്നം? അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള യോഹന്നാൻ 1:12 തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. ദൈവമക്കളാകുക എന്ന് വെച്ചാൽ ബേസിക് ആയിട്ടൊരു കഴിവാണ്, അല്ലേ? അല്ല, ദൈവമക്കളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മളെ ഇപ്പോൾ ഒരു യന്ത്രത്തിൽ കൊണ്ടുപോയി ഒരു സാധനം ഇട്ടിട്ട് വേറെ ഒരു ഉപകരണമായിട്ട് വരണ പോലെയുള്ള ഒരു പ്രൊഡക്ഷൻ അല്ല. ദൈവമക്കളാകാനുള്ള ഒരു ആത്മാവിൻ്റെ എബിലിറ്റി ദൈവം വർദ്ധിപ്പിക്കുന്നതാണ്. അതെങ്ങനെ വർദ്ധിപ്പിക്കണത്? അതിൻ്റെ അകത്ത് പ്രൈമറി ആത്മാവിൻ്റെ എബിലിറ്റി, കഴിവ്, ദൈവമക്കളാകുമ്പോൾ ആ സ്വർഗരാജ്യത്തിന് അവകാശികളാകുന്ന നിത്യത അവകാശം കിട്ടാനുള്ളത് ഒരു കഴിവാണ്. ഈ കഴിവിനെക്കുറിച്ച് പറഞ്ഞിട്ടാണ് ബൈബിൾ പറയണത്, കൃപയെക്കുറിച്ച് പറയണത്. അപ്പം കൃപയാണ് കഴിവെന്ന് ഉറപ്പല്ലേ? എന്താ പറയണത്? അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാണുള്ള കഴിവ് നൽകി. മോശ വഴി നിയമം ഉണ്ടായി, യേശുക്രിസ്തു വഴിയാകട്ടെ കൃപയും സത്യവും യേശുക്രിസ്തു വഴി ഉണ്ടായി. 1:17 എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു, വചനം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശുക്രിസ്തു വഴി ഉണ്ടായി. അപ്പൊ യേശുക്രിസ്തു വഴി ഉണ്ടായ തനത് ദൈവാനുഭവം എന്താണ്? കൃപയാണ്, നോട്ട് എ ബ്ലെസ്സിങ്സ്. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, യേശുവിനെയാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ അകത്തുള്ളത് എന്താണ്? യേശുവിനുള്ളത് ഒന്ന് ആത്മാവിൻ്റെ ശക്തി എന്ന് പറയുന്ന കൃപ. ആത്മാവിനെ ബലപ്പെടുത്തണ അനുസരിച്ച് കൊണ്ട് ദൈവത്തിൻ്റെ അനുഭവങ്ങളെ നമ്മൾ കൂടുതൽ ദൈവമായിട്ട് ഇൻറ്റിമസി ആകും. ദൈവം തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, ചെവി കൊണ്ട് കേട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ നിത്യ സൗഭാഗ്യത്തെക്കുറിച്ച് ബൈബിൾ സംസാരിക്കുമ്പോൾ ഈ കൃപ നിറയുന്ന അനുസരിച്ച് കൊണ്ട് നമ്മുടെ അന്തർജ്ഞാനത്തിൻ്റെ കൂടെ ആന്തരികമായ അഭിഷേകങ്ങളും കൂടിക്കൊണ്ടേയിരിക്കും. ശരിക്കും പറഞ്ഞാൽ മറ്റു മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ക്രിസ്ത്യാനിറ്റി നൽകണത് ഇതാണ്. നിങ്ങൾ പറയുന്ന ജോലിയും വീടും വിവാഹവും ഒക്കെ ശരിക്കും നിങ്ങൾ മതവിശ്വാസം അല്ലെങ്കിൽ പോലും കിട്ടും. അതിനാരും കെട്ടിയെടുത്ത് ക്രിസ്ത്യാനിയാകേണ്ട കാര്യമില്ല. അതിപ്പോൾ ഇവിടെ ഇരിക്കണേ നിരീശ്വരനായാലും കിട്ടുമെന്ന് ഞാൻ എപ്പോഴും പറയും. ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണെങ്കിൽ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണെങ്കിൽ 1:15-19 ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയേക്കാൾ നിർഭാഗ്യരാണ്. അതാ, അപ്പോൾ ഈ നമ്മളെ ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നവർ എപ്പോഴും നിത്യജീവിതം ഉറപ്പാക്കാൻ വേണ്ടിയാണ്. ബാക്കി ഇതൊക്കെ ചേർത്ത് നൽകണതാണ്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചേർത്ത് നൽകും. കൂടുതൽ വലിയ കാര്യങ്ങളാണ് നമ്മൾ എടുക്കണമെങ്കിൽ, ഇപ്പോൾ ഡോക്ടർമാർക്കോ അതുപോലെ തന്നെ വേറെ ഈ കോംപ്ലിമെൻ്റായിട്ട് ചിലർക്ക് ഒരു കപ്പ് കിട്ടും, ചിലർക്ക് കോംപ്ലിമെൻ്റായിട്ട് കിട്ടുന്നത് ഫ്രിഡ്ജായിരിക്കും, ചിലർക്ക് കോംപ്ലിമെൻ്റായിട്ട് കിട്ടുന്നത് ഒരു യൂറോപ്പ് യാത്രയായിരിക്കും. കോംപ്ലിമെൻറ്റ്സിന് വ്യത്യാസം ഉണ്ടാവും, ഇല്ലേ? നമ്മളൊക്കെ പോയാൽ വല്ല ജീപ്പായത് ഇടത്തുള്ളൂ. ഒക്കെ നമ്മൾ വലിയ പർച്ചേസ് നടത്തണില്ല. വലിയ പർച്ചേസ് നടത്തുന്ന ആൾക്കാർ കോടികളുടെ ടേൺ ഓവറുള്ള മാർജിൻസ് കിട്ടുമ്പോൾ അവർക്ക് വിദേശയാത്രയാണ് സ്പോൺസർ ചെയ്യണ കമ്പനി. ക്രിസ്ത്യാനിറ്റി ഒരു വിദേശയാത്രയാണ് സ്പോൺസർ ചെയ്യണത്. നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ നിത്യത കിട്ടും. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. മക്കളെ, ബൈബിൾ നൽകുന്ന ഭയങ്കരമായ ഒരു അഭിഷേക വെളിപാടുണ്ട്. അതായത് വാഗ്ദാന പേടകവും കാണായി. നമ്മളിന്ന് പറയുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാവുന്ന വാഗ്ദാന പേടകം നിത്യതയിൽ കാണുന്നിടത്ത് വെച്ചാണ് ഉടമ്പടി പുസ്തകം ഞാൻ എഴുതി തീർത്തത്. അതെനിക്കറിയത്തില്ലായിരുന്നു. ഞാനിങ്ങനെ തൈക്കാട് ശരി ചെയ്തുകൊണ്ട് ഈ സംഭവം എഴുതിക്കൊണ്ടിരിക്കുക. കർത്താവ് എന്നോട് ഉടമ്പടി പുസ്തകം എഴുതാൻ പറഞ്ഞു, എമർജൻസി ആയിട്ട്. ഞാനൊന്ന് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പുസ്തകത്തിൽ ഒന്നുമില്ല.
ഞാനിതെല്ലാം എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് ജോമളെ അതെഴുതിയിട്ടുണ്ട്, ജോമളെ ഇതെഴുതിയിട്ടുണ്ട്, ജോമളെ എന്ന് പറഞ്ഞാൽ ജോമളെ ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ജോമള ഇവിടെ, ഞാൻ അവിടെയാണ്. ഇപ്പോൾ ഇവർ MDH പഠിക്കാൻ വേണ്ടി മാസ്റ്റർ ഓഫ് തിയോളജി പഠിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. പക്ഷേ അന്ന് ഇവരുണ്ടായിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇന്ന കാര്യങ്ങൾ ഞാൻ കർത്താവിനോട് പറഞ്ഞ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ച് എഴുതണം, വാറ്റിക്കൻ സ്വർഗദോസിൻ്റെ ഡിഗ്രി എഴുതണം, ഇതിൻ്റെ ബൈബിൾ എഴുതണം, ബൈബിൾ വ്യാഖ്യാനങ്ങൾ സഭയുടെ എഴുതണം. അങ്ങനെയാണ് ഞങ്ങൾ ആ ഉടമ്പ് പുസ്തകം എഴുതിയിരിക്കണേ. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഈ രൂപീകരണത്തിൽ അവസാനം വരണത് വാഗ്ദാന പേടകം കാണായെന്നാണ്. അപ്പം ഇന്ന് നമ്മൾ കാണുന്ന വാഗ്ദാന പേടകം പരിശുദ്ധ അമ്മ, ഈശോയും എല്ലാം വാഗ്ദാന പേടകമാണ്. ഈ ബൈബിൾ അവസാനിക്കുന്നവരെ വാഗ്ദാന പേടകം കാണും. വെളിപ്പാടിൻ്റെ പുസ്തകത്തിൽ നിത്യത ഈ വാഗ്ദാന പേടകം ഉണ്ടാകും. വാഗ്ദാന പേടകം വെച്ചിട്ടാണ് ബൈബിൾ അവസാനിക്കുന്നത്. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം മനുഷ്യൻ്റെ കൂടെ. വെളിപ്പാട് 11:19. അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിന്റെ ആലയം തുറക്കപ്പെട്ടു, അതിൽ അവിടുത്തെ വാഗ്ദാന പേടകം കാണായി. ഒന്ന് പറഞ്ഞ അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിന്റെ ആലയം തുറക്കപ്പെട്ടു, അതിൽ അവിടുത്തെ വാഗ്ദാന പേടകം കാണായി. ഇപ്പം ഈ വാഗ്ദാന പേടകം സഞ്ചരിച്ച് നമ്മുടെ കണ്ണീരെല്ലാം ഒപ്പിയെടുത്തെന്ന് പറയും. ഇനിമേൽ മരണമില്ല. അവിടുന്ന് അവിടെ കണ്ണീരെല്ലാം ഒപ്പിയെടുത്തു. ജോർദാൻ കടന്നു പോവുകയാണ് നമ്മളെ. വെളിപാട് അവസാനിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ഒന്ന് പറഞ്ഞേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ബൈബിളിന്റെ അവസാന ഭാഗങ്ങൾ വായിക്കുമ്പോൾ വെളിപാടിന്റെ അവസാനങ്ങളിൽ നമ്മൾ ത്രില്ലടിക്കും. നമുക്ക് അഭിഷേകം ഉണ്ടാവും. ദൈവസ്നേഹത്താൽ നമ്മുടെ കണ്ണ് നിറയും, കരൾ നിറയും. നമ്മളെ സ്തുതിച്ചുകൊണ്ടേയിരിക്കും. ശ്രുതികട്ടെ. ഹല്ലേലൂയ. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും. ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. ആരാധന ആരാധന ഹല്ലേലൂയ. ഈശോയെ ആരാധന ഹല്ലേലൂയ. ആരാധന ആരാധന ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇത് അവസാനിക്കുന്നത് അവിടെ നിന്ന് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം തുടച്ചു നീക്കും. നിന്റെ കണ്ണുനീർ തുടച്ചു നീക്കുന്നവരെ, നിന്റെ മരണത്തെ ജയിച്ച് ജീവനിലേക്ക് സന്തോഷത്തോടെ പ്രകടിപ്പിക്കുന്നവരെ വാഗ്ദാന പേടകമായി ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്റെ പിന്നിലുണ്ടാകും. എന്നിട്ട് വചനം പറയണ എങ്ങനെ, ജോർദാൻ കടക്കുവോളോ, അവസാനത്തെ ജനം വരെ കടന്നു പോകുവോളോ വാഗ്ദാന പേടകൻ ജോർദാനിൽ നിൽക്കും. യോശുവ 4:11. ജനം അതിവേഗം മറുകര കടന്നു. ജനം അതിവേഗം മറുകര കടന്നു. ജനം കടന്നു കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ പേടകം വഹിച്ചുകൊണ്ട് പുരോഹിതന്മാരും നദി കടന്ന് അവർക്ക് മുമ്പേ നടന്നു. മനോഹരമായ ഒരു വെളിപാട് കർത്താവ് നൽകിയത്. ഇപ്പം ശിശുവിൻ്റെ പരിശുദ്ധാത്മാ എന്താ ചെയ്യുന്നറിയാവോ? ഈ വെളിപാടിൻ്റെ പുസ്തകത്തിലെ 21:4 അല്ലേ, അവിടുന്ന് അവരുടെ കണ്ണീരെല്ലാം തുടച്ചു നീക്കി. അത് ഈ 12:11-19 വാഗ്ദാന പേടകം കാണായി. പിന്നെ എന്താ സംഭവിക്കണത്? കണ്ണീരെല്ലാം തുടച്ചു നീക്കി. അതിൻ്റെ മുന്നാസ്വാദനമാണ് ഭൂമി സംഭവിച്ചത്. എന്താണ്? അവസാനത്തെ ജനം ഈ കണ്ണീരിൻ്റെ കാലത്തുനിന്ന് ഈ ദേശത്തുനിന്ന് കടന്നു പോകുമ്പോഴും
വാഗ്ദാന പേടകവും പുരോഹിതന്മാരുമായി ജനത്തിൻ്റെ പുറകിൽ നിന്നു എപ്പോഴും മുമ്പേ നയിക്കുന്ന ദൈവത്തിൻ്റെ ചൈതന്യം അവസാനത്തെ കുഞ്ഞിനെപ്പോലും രക്ഷപ്പെടുത്താൻ നിൻ്റെ പുറകിലുണ്ടാകുന്ന ചൈതന്യം, ദൈവ ചൈതന്യം, ദാറ്റ് ഈസ് ആർക്ക് ഓഫ് ദി കവനന്റ്, വാഗ്ദാന പേടകം. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ പിതാവായ എബ്രാഹാം, പിതാവായ യാക്കോബ് ഒരിക്കൽ തകർന്നു പോയപ്പോൾ, തൻ്റെ എളി ഒടിഞ്ഞപ്പോൾ അപ്പായെ കെട്ടിപ്പിടിച്ചോട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, അപ്പാ ഞാൻ അറിയാൻ പാടില്ലാതെയാണ് ഈ രാത്രി മുഴുവനും ബൽബൽപ്പെടുത്തി നടത്തിയത്. ഇപ്പോഴെനിക്ക് മനസ്സിലായി, എനിക്കൊന്നേ പറയാനുള്ളൂ, എന്നെ അനുഗ്രഹിക്കാതെ നിന്നെ ഞാൻ വിടത്തില്ല. അവസാനത്തെ കുഞ്ഞിനെ വരെ അനുഗ്രഹിച്ചതിന് ശേഷമാണ് വാഗ്ദാന പേടകം രൂപമേക്കേറ്റ് സ്വർഗത്തിലെ സംപൂജ്യമായ സ്ഥാനത്ത് വിരാജിക്കുന്നത്. ഇത് ബൈബിൾ ചെയ്യുക ടുണ്ണി ചെയ്തതാണ്. വെച്ചാൽ നമുക്ക് ബൈബിൾ പറയാതെ പറയുന്ന വാക്കെന്താണ്? കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം തുടച്ചു നീക്കി ഇനി മരണമില്ലെന്ന്. അത് പറയണ വാക്കിൽ ആരംഭിക്കണ എവിടെയാണ്? അവസാനത്തെ കുഞ്ഞ് കടന്നു പോകുന്നവരെ വാഗ്ദാന പേടകവും പുരോഹിതന്മാരും ജോർദാനിൽ നിന്ന്, ജോർദാൻ കണ്ണീരിൻ്റെ ഒരു നദിയാണ്. ഈ കണ്ണുനീര്, എൻ്റെ ദൈവപൈതലേ, നിനക്ക് കണ്ണീരുണ്ടെങ്കിൽ നിന്റെ മുമ്പിലും പിമ്പിലും കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. നമ്മുടെ സാധാരണ പ്രാർത്ഥനയും ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഉടമ്പടി ബേസ് ചെയ്തിരിക്കുന്ന വാഗ്ദാന പേടകത്തെയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യവും സംവിധാനവുമാണ് വാഗ്ദാന പേടകവും. അതിൻ്റെ ലക്ഷ്യമെന്ന് പറയണത് ഏത് ജാതിയായാലും ഏത് മതമായാലും അവസാനത്തെ കുഞ്ഞ് രക്ഷപ്പെടുന്നവരെ നിൻ്റെ പിറകിലെ സാന്നിധ്യമായി. അത് ദൈവത്തെ ആരെല്ലാം സത്യസന്ധമായി അനുഭവിച്ചിട്ടുണ്ടോ അവിടെ അനുഭവമാണത്. എന്താണ്? അവസാനത്തെ നമ്മുടെ പിന്നിൽ നമുക്ക് ആശ്രയമില്ലാത്ത സ്ഥലമാണ്, അവലംബമില്ലാത്ത സ്ഥലമാണ്, നമുക്ക് പിന്തുണയില്ലാത്ത സ്ഥലമാണ്. നമ്മുടെ പിന്നെങ്കിൽ അവിടെ നിനക്ക് വേണ്ടി സന്ധിക്കാൻ നിൽക്കണം നിന്റെ ദൈവമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പൊ നിന്റെ കണ്ണുനീര് തുടച്ച് മാറ്റുന്നത് വരെ നിന്റെ മുൻപിലും പിന്നിലും നിന്നുകൊണ്ട് വിടാതെ നിന്നെ കാക്കുന്ന ചൈതന്യമാണ് ഉടമ്പടിയുടെ ചൈതന്യം. അതുകൊണ്ടാണ് നീ അതിനോട് വിശ്വസ്തത കാണിക്കണമെന്ന് ഞാൻ എപ്പോഴും പറയുന്നത്. ഐസയ 30:21 നേരത്തെ വായിച്ചു. പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും. എല്ലാവരുടെയും അനുഭവം പിമ്പിലുള്ള സാന്നിധ്യമാണെങ്കിൽ നമുക്ക് സൈന്യത്തിന് സപ്പോർട്ടും പിന്തുണയും സംരക്ഷണവും ഇല്ലാത്ത ഇടങ്ങളിൽ കൂടി നമ്മളെ സഹായിക്കാൻ നമ്മുടെ ദൈവമേ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ടാണ് ദാവീദ് പറയണത് എന്താണ്? ജീവിതകാലം മുഴുവൻ ഉണ്ടാകും. എനിക്ക് ഏതെങ്കിലും ഒരു ഒക്കേഷനിലല്ല, ഏതെങ്കിലും ഒരു ഒക്കേഷനിലല്ല നിനക്ക് കണ്ണീരുണ്ടായി, നീ ദൈവത്തെ ഇട്ടച്ചും പോകും. കുറച്ച് നിന്റെ കണ്ണീര് തീരുമ്പോൾ, നിൻ്റെ ജോലി കിട്ടിക്കഴിയുമ്പോൾ നീ ദൈവത്തെ ഇട്ടച്ചും പോകും. ചില പറഞ്ഞില്ലേ, ഞാനിപ്പോൾ ഇങ്ങോട്ടൊന്നും വരാറില്ലായിരുന്നു. ആദ്യം ഒരു പ്രയാസമുണ്ട കാലത്ത് വന്നതാണ്, ഉടമ്പടി എടുത്ത് ഞാൻ സാക്ഷ്യം പറഞ്ഞു, പിന്നെ ഇങ്ങോട്ടൊന്നും വരാറില്ലായിരുന്നു. പിന്നെ ഉടമ്പടി ജീവിതം അവർക്കില്ല. നിങ്ങൾക്ക് ഉടമ്പടി കാലത്ത് നിൻ്റെ സാക്ഷ്യം പറഞ്ഞാൽ പിന്നെ ഉടമ്പടി ജീവിതം ഉണ്ടാകത്തില്ലെന്ന് ദൈവത്തിനറിയാം. അതാണ് ഇവിടുത്തെ പ്രശ്നം മുഴുവനും. എൻ്റെ ശരിക്കും പറഞ്ഞാൽ ആ കാര്യം കാണുന്നൊരു കാലഘട്ടത്തിൽ മാത്രമാണ് ദൈവത്തോട് നിനക്ക് ബന്ധമെന്നുള്ളതും ദൈവത്തിനറിയാം. ദൈവത്തിൻ്റെ ഈ ധാരണ നീ തിരുത്തേണ്ടി വരും. കാര്യം ദൈവത്തിൻ്റെ സ്വഭാവം നമ്മൾ ഒക്കേഷനല്ല. ഒരു ജോലി ഇല്ലാത്ത കാലത്ത് ജോലിക്ക് വേണ്ടി ഉടമ്പടി എടുത്തു, രോഗമുള്ള കാലത്ത് രോഗം മാറുമുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി. ഒരു ഇൻറ്റേറിയം അറേഞ്ച്മെൻ്റ് അല്ല ദൈവത്തിന് നിങ്ങളുമായിട്ടുള്ള റിലേഷൻസ്. അതുകൊണ്ടാണ് ദാവീദ് പറയണത് ജീവിതകാലം മുഴുവൻ. പറഞ്ഞേ, 23 സങ്കീർത്തനം 6 തിരുവചനം, അവിടുത്തെ നന്മയും കരുണയും, പറഞ്ഞേ, അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിന്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. പ്രൈസ് ദി ലോർഡ്. അതായത് കർത്താവിൻ്റെ ഇടയനാണെന്ന് പറയുമ്പോഴേ അതിന് തുടക്കത്തിൽ എന്താ പറയണത്? കർത്താവിൻ്റെ ഇടയനാണെങ്കിൽ അതല്ല പ്രശ്നം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് അത് തിരുത്തണുണ്ട്. കർത്താവിൻ്റെ ഇടയനാണെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ആടുകൾക്ക് മുമ്പേ നടത്തും.
അല്ലേ? 10:4 യോഹന്നാൻ. തനിക്കുള്ളതിനെയെല്ലാം പുറത്തിറക്കിയിട്ട് അവൻ അവയ്ക്ക് മുമ്പേ നടക്കുന്നു. അപ്പം അവിടെ ഉടമ്പടിയുടെ ഒരു ചൈതന്യം എന്ന് പറയണത് മുമ്പിലും പുറകിലും എല്ലാ സ്ഥലങ്ങളും നമ്മൾ സന്ധിക്കണം ദൈവം. എന്താണ് ഉടമ്പടി എന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ബാക്കിലൂടെ വരുന്ന 2 കക്ഷികളുണ്ട്. എന്താണ്? ഇപ്പം ഇടയൻ, കർത്താവിൻ്റെ ഇടയനാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ മുന്നിൽ നിന്ന് നയിക്കാൻ കർത്താവുണ്ട്. പിന്നെ എന്താണ്? പിന്നെ പിന്നിൽ നിൽക്കുന്ന ആരാണ്? ജീവിതകാലം മുഴുവൻ നമ്മുടെ പിന്നിൽ നിൽക്കുന്ന ആരാണ്? നന്മയും കാരുണ്യവും. നന്മ മീൻസ് ബ്ലെസ്സിങ്സാണ്, ഫിസിക്കൽ ഫേവേഴ്സ്. നിങ്ങളുടെ ജോലി, വീട്, വിവാഹം, വഴി, വെളിച്ചം, നിങ്ങളുടെ PR, പ്രൊമോഷൻ, എല്ലാ സാധനവും. അതാണ് ജീവിതകാലം മുഴുവൻ നന്മയും. പിന്നെ എന്താണുള്ളത്? കാരുണ്യം. ദാറ്റ് ഈസ് കാരുണ്യം മീൻസ് നോട്ട് ബൈ മെറ്റർ വർക്ക് ചെയ്യണതാണ്. കൃപ. ഇപ്പം ഐസയ, അതായത് Ephesians 2:8 എന്താ പറയണത്? Ephesians 2:8 എന്താണ്? വിശ്വാസം വഴി കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ രക്ഷയായിട്ട്, അപ്പോൾ അവിടുത്തെ കരുണയെന്ന് വെച്ചാൽ കൃപ തന്നെയാണ് കരുണ. അപ്പം നമ്മുടെ പിന്നിൽ വരണ എന്താണ്? ഒന്ന് ഫിസിക്കൽ ഫേവേഴ്സ് ആയിട്ടുള്ള അനുഗ്രഹങ്ങൾ. പിന്നെ എന്താ പറയണത്? നമ്മുടെ യോഗ്യതയ്ക്ക് പറ്റാത്ത കാര്യം, നോട്ട് ബൈ മെറിറ്റാണ് കരുണ. കരുണയെന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് റൈറ്റ് ഇല്ല, അതിനെ നമുക്ക് യോഗ്യതയില്ല. നമുക്കൊരു വിഷയം ഉണ്ടാകണ എന്തുകൊണ്ടാണ്? നമുക്കതിന് യോഗ്യതയില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ യോഗ്യതയില്ലാത്തത് എങ്ങനെ കർത്താവ് അഡ്രസ്സ് ചെയ്യണത്? കൃപ കൊണ്ട് അഡ്രസ്സ് ചെയ്യണത്, പവർ ഓഫ് ഗോഡ് കൊണ്ടാണ്. അപ്പോൾ ഈ ഇടയനാണെന്ന് പറയുമ്പോൾ പിന്നിൽ നിന്ന് വരണത് ഒരേ സമയം തന്നെ കൃപയും അനുഗ്രഹവുമാണ്. ദൈവത്തിൽ നമുക്ക് ലഭിക്കണ എന്തൊക്കെയാണ്? ദൈവത്തിൽ നമുക്ക് ലഭിക്കണ എന്തൊക്കെയാണ്? കൃപയും. ദാറ്റ് ഇസ് പവർ ഓഫ് ഗോഡ്. അത് നിത്യത വരെ പോണതാണ്. ഈ അനുഗ്രഹങ്ങളെല്ലാം സിമിത്തേരി വരെ ഉണ്ടാകത്തുള്ളല്ലോ. നമ്മൾ എന്ത് പ്രൊമോഷൻ കിട്ടിയെന്ന് പറഞ്ഞാലും, എന്ത് ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞാലും സിമിത്തേരി കൊണ്ട് സംഭവം തരുമോ? ആ ബ്ലെസ്സിങ്സിൻ്റെ ഒരു കുഴപ്പം ഇത് അപ് ടു ദി സിമിറ്ററി വരെ ഉള്ളൂ. നിത്യത വരെ വരണത് കരുണയാണ്. അപ്പോൾ നിൻ്റെ ജീവിതകാലം മുഴുവൻ നീ ഫുൾ ടൈം നീ ഈ വയറ്റിപ്പഴപ്പം മാത്രം ഇരുന്ന സിമിത്തേരി വരെയൊക്കെ ഉള്ള പരിപാടിയേ ഉള്ളൂ. അപ്പോൾ കർത്താവ് പറയും, അവൾക്ക് ആലപ്പുഴ വരെ പോയാൽ മതി, അമേരിക്ക പോകേണ്ട കാര്യമില്ലെന്ന് പറയും. അപ്പം പിന്നെ നിങ്ങൾ അങ്ങനെ കർത്താവ് പരിഗണിച്ചാൽ മതി. യാത്രക്കാരിയെ എങ്ങനെ പരിഗണിക്കണമെന്ന് ദൈവത്തിന് അറിയണത്. അവർ ഊന്നൽ കൊടുക്കുന്നത് കൃപയ്ക്കാണോ അനുഗ്രഹത്തിനാണോ എന്ന അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ആദ്യമേ തന്നെ കൃപയിലേക്ക് നമ്മുടെ ഫോർമാറ്റ് ചേഞ്ച് ചെയ്താൽ സംഗതി എളുപ്പമാകും. കാര്യം ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് നമുക്ക് കൃപയുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനാണ്. കൃപയുണ്ടാകാൻ മാത്രമല്ല, അത് ബേസിക് ഗ്രേസാണ്. സമർത്ഥമായി ഉണ്ടാകണമെങ്കിൽ ഗ്രേസ്, അപ്പോഴും ഗ്രേസ് ഉണ്ടാകണം. അവരുടെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപയും. അപ്പോൾ ആ യോഹന്നാൻ 1:16 അതുപോലെ തന്നെ യോഹന്നാൻ 10:10 കൂട്ടി വായിക്കേണ്ടതാണ്. എന്നാൽ അവൻ്റെ നാമത്തിൽ അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ ലഭിച്ചിരിക്കുന്നു. അപ്പൊ കൃപയുമുണ്ട്, ബേസിക് ഗ്രേസ് ഉണ്ട്, പിന്നെ എന്താണ്? മേൽകൃപയുണ്ട്. ഈ മേൽകൃപയാണ് ഉടമ്പടി അന്വേഷിക്കുന്നത്. മേൽകൃപ അക്വയർഡ് ഗ്രേസ് ആണ്, ബേസിക് ഫണ്ടമെൻ്റൽ ഗ്രേസ് അല്ല. അത് നമുക്ക് കൂദാശയിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. ഈ കൂദാശയിലൂടെ ലഭിക്കുന്നത് അതിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അക്വയർഡ് ഗ്രേസ്, ആർജിത കൃപ വേണം. ആർജിത കൃപയാണ് ബൈബിൾ ഉന്നം വെക്കണത്. ആ ആർജിത കൃപയാണ് ബൈബിൾ ഉന്നം വെക്കണതെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് കർത്താവ് പറയണത്. എന്താ പറയണത്? അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് അല്ല, ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ്, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനും. അപ്പൊ സമൃദ്ധമായ ഒരു കൃപയെക്കുറിച്ച് ഈശോ സ്വപ്നം കാണുന്നുണ്ട്. ഒരു കേവല കൃപയും ഉണ്ട്. ഈ കേവല കൃപയും മീഡിയം കൃപയും സമൃദ്ധമായ കൃപയും എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ നിത്യതയിൽ ഈ ഗ്രഡേഷൻസ് വരുന്നുണ്ട്. ചില പുനരുദ്ധാനം ചെയ്ത ആത്മാക്കൾ, ചിലർ സൂര്യനെ പോലെ ഇരിക്കും, സമൃദ്ധമായ കൃപയാണ്. ചില ചന്ദ്രനെ പോലെ ഇരിക്കും,
ചിലത് നക്ഷത്രങ്ങളെ പോലെ ഇരിക്കട്ടെ. ഒന്ന് 15:41. സൂര്യന്റെ തേജസ് ഒന്ന്. പറഞ്ഞേ, സൂര്യന്റെ തേജസ് ഒന്ന്. സൂര്യന്റെ തേജസ് ഒന്ന്. ചന്ദ്രന്റേത് മറ്റൊന്ന്. ചന്ദ്രന്റേത് മറ്റൊന്ന്. നക്ഷത്രങ്ങളുടേത് വേറൊന്ന്. നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. ഇപ്രകാരം തന്നെയാണ് മരിച്ചവരുടെ പുനരുത്ഥാനവും. അപ്പൊ മരിച്ചവരുടെ പുനരുത്ഥാനം എന്ന് പറയുമ്പോൾ തന്നെ ആത്മാക്കൾക്ക് നേടിയെടുത്തിരിക്കുന്ന കൃപയ്ക്ക് ആനുപാതികമായിട്ട് സൂര്യകൃപയുണ്ട്, ചന്ദ്രകൃപയുണ്ട്. എന്നുവെച്ചാൽ ദൈവത്തെ ആസ്വദിച്ച് ആനന്ദിക്കുന്ന ആനുപാതികം ഗ്രഡേഷനായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എത്ര അധ്വാനിച്ചാലും നമുക്ക് നഷ്ടമില്ല. ചില മൊണ്ണകളെന്ന് പറയുന്നത് വിചാരിക്കുന്നത് 4 പെണ്ണും പിടിച്ച് 5 ഡൈവേഴ്സ് ചെയ്താൽ 10 അബോർഷനായിട്ട് ജീവിച്ചാലും മതി, അവസാനം അച്ഛനെ വിളിച്ച് കുമ്പസാരിച്ചിട്ട് ചത്തുപോയാലും സ്വർഗം കിട്ടുമെന്നാണ്. ഞൊട്ടേണ്ടി വരും. കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ആണ്ടിലൊരിക്കലും കുമ്പസാരിക്കാൻ വേണ്ടി പറഞ്ഞതിൻ്റെ അനുഭവമാണ് ഇപ്പോൾ ജനത്തിൻ്റെ അനുഭവിക്കുന്ന ആധ്യാത്മിക ദാരിദ്ര്യം. ഉടമ്പടി സമ്മതിക്കത്തില്ലത്. ഉടമ്പടി പേര് നിങ്ങൾ എപ്പോഴും വിശുദ്ധിയിൽ ജീവിക്കണം. എന്താ കാരണം വെച്ചാൽ 2 ആഴ്ചയിലൊരിക്കലും നിങ്ങൾ കുമ്പസാരിച്ചിരിക്കണം. എന്തിനാണ് കുമ്പസാരിക്കണേ? പ്രത്യാശ എന്ന പുണ്യവും കൺഫ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. വിശ്വാസത്തിൻ്റെ അടുത്ത നടപടി എന്താണ്? പ്രത്യാശ. നമ്മളിൽ ആരാണ് പ്രത്യാശിക്കണത്? നമ്മൾ പ്രത്യാശിക്കുന്നത് എന്തിലാണ്? അവൻ്റെ വരവിനെക്കുറിച്ച് പ്രത്യാശിക്കുകയാണ്. അവൻ്റെ വരവിനെക്കുറിച്ച് പ്രത്യാശിക്കുന്നവർക്ക് എന്താണുള്ളത്? അവർ ഒരുങ്ങിയിരിക്കും. കർത്താവ് 17 പ്രാവശ്യം പറഞ്ഞില്ലേ, ഒരുങ്ങിയിരിക്കുവിൻ, തയ്യാറായിരിക്കുവിൻ, ജാഗരൂകരായിരിക്കുവിൻ. 17 പ്രാവശ്യമാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ പ്രത്യാശ എന്ന് പറയുമ്പോഴേ നമ്മൾക്കുള്ള പ്രത്യാശയുടെ ഭാഗമായിട്ട്, പ്രത്യാശ എന്ന് പറഞ്ഞിട്ട് ഈ വരാത്ത വണ്ടിയും കാത്തിരിക്കണ പോലെയുള്ള വാട്ടം നോക്കിയിരിക്കട്ടെ ഇപ്പമല്ല. വിശുദ്ധിയിൽ ജീവിക്കുന്നവരാണ് പ്രത്യാശ ജീവിക്കണത്. വിശുദ്ധിയും പ്രത്യാശയും നമ്മളെ ബന്ധപ്പെട്ടിരിക്കുന്നത്. എന്താണ് നിങ്ങൾ പ്രത്യാശിക്കണത്? കർത്താവിൻ്റെ വരവ് നിത്യതയാണ് പ്രത്യാശിക്കണത്. അതിന് നമ്മളെന്ത് ചെയ്യണം? നമ്മൾ വിശുദ്ധരായി എൻ്റെ മുമ്പിൽ കവനൻ്റെ ഉടമ്പടി എടുക്കുന്നവരെ നിങ്ങൾ എൻ്റെ മുമ്പിൽ വ്യാപരിക്കണം. പിന്നെ കുറ്റമറ്റവരായിരിക്കണം. കുറ്റമറ്റവരായിരുന്നാൽ മാത്രം പോരാ. അത് കർത്താവിനെ കാണാത്ത, പരിശുദ്ധ അമ്മയെ കാണാത്ത എബ്രാഹത്തിൻ്റെ ഭർത്താവൻ എബ്രാഹത്തിനോട് അങ്ങനെ പറഞ്ഞാലേ ആ വേദപാഠം വിലപ്പോകത്തുള്ളൂ. ഇപ്പോൾ കർത്താവ് നിൻ്റെ പാപത്തിന് പരിഹാരം ചെയ്തിരിക്കുകയും അവൻ്റെ നാമത്തിൽ കൃപ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ ഇക്കാലത്ത് വ്യാപരിക്കണമെങ്കിൽ കുറ്റമറ്റവനായിരുന്നാൽ പോരാ, കൃപ നിറഞ്ഞവളായിരിക്കണം. കൃപ നിറഞ്ഞവരായിരിക്കണം. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഒരുങ്ങിയിരിക്കുക എന്ന് വെച്ചാൽ ഇക്കാലങ്ങളുടെ അർത്ഥം കൃപ നിറഞ്ഞ് ഇരിക്കുക എന്നതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? പ്രത്യാശ എന്ന് പറഞ്ഞത് കൃപ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥകളാണ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ പ്രത്യാശ ഉണ്ടെന്ന് പറയാൻ പറ്റത്തുള്ളൂ. പഴയ കുറ്റമറ്റവനായിരിക്കുന്നതിൻ്റെ സ്ഥാനത്താണ് ഇന്ന് കൃപ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. ആ കൃപയുടെ വസ്ത്രം, കല്യാണ വസ്ത്രം അണിഞ്ഞിട്ടാണ് നമ്മൾ ഹെവൻലി ബാങ്കറ്റിലേക്ക് പ്രവേശിക്കുന്നത്. അവിടെയാണ് മണവാളം വരുന്നത്. മണവാളം വരുമ്പോൾ കല്യാണ വസ്ത്രം ഇല്ലാത്തവനെ കണ്ടാൽ ഗെറ്റ് എന്ന് പറയും. ഈശോ പറഞ്ഞ വാക്കുകൾ വളരെ സൗമ്യനാണ്, ക്ഷമയുള്ളവനാണ്, സ്നേഹമുള്ളവനാണ്. പക്ഷേ കൃപയില്ലാത്തവരെ കാണുമ്പോൾ കെറ്റൗട്ട് എടുക്കണമെന്ന് യാതൊരു ഭംഗിയുമില്ല. മണവാളൻ രാജാവ് ആ ബാങ്കറ്റിലേക്ക് കടന്നു വന്നു. അപ്പോൾ കല്യാണ വസ്ത്രമില്ലാത്ത ഒരാളെ അവിടെ കണ്ടു. സ്നേഹിത, നിൻ്റെ കല്യാണ വസ്ത്രം എന്തേന്ന് ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞു ജപ എന്ന് പറഞ്ഞു. അപ്പോൾ ഈശോ എന്ത് പറഞ്ഞു? ഗെറ്റ് ഔട്ട്. കോംപ്രമൈസ് ഇല്ല. എന്താ? അവൻ്റെ രക്തത്താൽ വീണ്ടെടുത്തതാണ് കൃപ. അതിന് മാനിക്കാത്ത, പട്ടിക്കാടുന്ന വിലയില്ലാത്ത ജീവിതകാലം വയറേ ഉദരമാണ് അവരുടെ ദൈവം. 3:19 നാശമാണ് അവരുടെ അവസാനം. നാശമാണ് അവരുടെ അവസാനം. ഉദരമാണ് അവരുടെ ദൈവം. ഉദരമാണ് അവരുടെ ദൈവം. ലജ്ജാകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നു. ലജ്ജാകരമായ കാര്യങ്ങളിൽ അവർ അഭിമാനം കൊള്ളുന്നു. ഈ കാലഘട്ടം അതാണ്. ആണും തമ്മിൽ ബന്ധപ്പെട്ട് ജീവിക്കുന്നു, അതിന് സഭ ഓശാന പാടണം. പെണ്ണും ബന്ധപ്പെട്ട് ജീവിക്കുന്നു, ലെസ്ബിയനിസം, അതിന് സഭ ഓശാന പാടണം. ഓരോരുത്തർ ലിവിങ് ടുഗദർ നടത്തുന്നു, അവരെന്നിട്ട് ഗർഭിണിയാകുന്നു, അതുപോലെ ഗുളിക കഴിച്ച് കളയുന്നു, അതിന് സഭ ഓശാന പാടണം. അപ്പോൾ സഭയിൽ ഇങ്ങനെയുള്ള ആൾക്കാരില്ല എന്നുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ സഭ കാലിയാകും. അതുകൊണ്ട് എന്ത് ചെയ്യും? ഒരു തൊഴുത്ത് ഒരു ആട്ടും പറ്റവും ആകണമെന്ന് കർത്താവ് പറഞ്ഞു പിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം തെറ്റിദ്ധരിച്ചിട്ട് എന്നാ ചെയ്യണമെന്നറിയാവോ? എല്ലാ കണ്ടാമൃഗങ്ങളെയും കന്നുകാലികളെയും കൂടി കയറ്റിയിട്ട് മുട്ടനാടിനെയും കൊമ്പുള്ളതിനെയും എല്ലാത്തിനെയും കൂടിയിട്ട് എല്ലാ സാധനത്തിനും കയറ്റാൻ വേണ്ടി ഒരു തൊഴുത്താക്കാൻ വേണ്ടി തൊഴുത്തിൻ്റെ വിസ്താരം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണിപ്പോൾ സഭയിൽ സംഭവിക്കുന്നത്. എന്നുവെച്ചാൽ എല്ലാത്തിനോടും ഓശാന പാടിക്കൊണ്ട് എല്ലാ തിന്മകളെ അകത്ത് സംഭവിച്ചിട്ട് എല്ലാവരും അകത്ത് കയറ്റാൻ വേണ്ടി
ഒരു തൊഴുത്താക്കാൻ വേണ്ടി തൊഴുത്തിൻ്റെ വീതി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ദിസ് ഇസ് നോൺസെൻസ്. ഇത് കർത്താവ് ആഗ്രഹിക്കണില്ല. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തിന്മയുടെ ശക്തികൾക്കെതിരായി ആത്മീയ ആയുധങ്ങൾ ഉപയോഗിച്ച് പൊരുതുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ മക്കളെ, വിശുദ്ധിയിലേക്ക് ആണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നതിന് പാഷാന്തം നൽകിക്കൊണ്ട് കർത്താവിൻ്റെ വീണ്ടെടുപ്പ് കൃപയിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നതെന്നുള്ള ദിശാബോധം നൽകുന്ന ഉടമ്പടി നമുക്ക് മുമ്പിലും പിമ്പിലും അവൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തിക്കൊണ്ട് കണ്ണീരിൻ്റെ ജോർദാൻ കടക്കുന്നവരെ നിത്യത വരെ വാഗ്ദാന പേടകമായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്ന ഉടമ്പടിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിലെ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ. എൻ്റെ മക്കളെ, പ്രിയപ്പെട്ടവരെ, നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഇടത് കൈ നെഞ്ചിൽ വെച്ചുകൊണ്ട് ഹോൾ ബോഡി മുഴുവൻ ശരീരത്തെ നീ കർത്താവിന് സമർപ്പിക്കുക. കർത്താവിന് അനുഗ്രഹത്തിന് പഞ്ഞമില്ല എന്ന് പറയാൻ വേണ്ടിയാണ് രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല എന്ന് പറയണത്. ആരെയും എപ്പോഴും എവിടെ വെച്ചും കർത്താവേ നീയാണ് എൻ്റെ കർത്താവ്, നീയാണ് എൻ്റെ ദൈവം എന്ന് പറയുന്ന ഒരു മകൻ്റെയും ഒരു മകളുടെയും കണ്ണുനീര് തുടക്കാതെ ദൈവം നിന്നെ കൈവിടത്തില്ല. ഒരു കൈ നെഞ്ചത്തിലും ഒരു കൈ ശിരസിലും വെച്ചുകൊണ്ട് സന്തോഷത്തോടെയും ദൈവസ്നേഹത്തോടെയും ആദരവോടെയും നമുക്ക് നമ്മെ തന്നെ കർത്താവിനെ ഏൽപ്പിക്കാം. അച്ഛൻ പ്രാർത്ഥിക്കണം, മക്കൾ സ്തുതിക്കണം, അഭിഷേകത്തോടെ സ്തുതിക്കണം. കർത്താവേ, നിൻ്റെ നാമത്തിൽ വിശ്വസിക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായി കൃപയായി കരുതുന്നു. കർത്താവേ, നിൻ്റെ നാമത്തിൽ വിശ്വസിക്കാൻ കഴിഞ്ഞത് ഒരു കൃപയായി ഒരു ഭാഗ്യമായി കരുതുന്നു. കർത്താവേ, നിൻ്റെ നാമത്തിൽ ഏറ്റുപറയാൻ കഴിഞ്ഞത് ഒരു കൃപയായി ഒരു ഭാഗ്യമായി കരുതുന്നു. കർത്താവേ, ഓരോ മകനെയും മകളെയും നീ സ്പർശിക്കണം. കർത്താവേ, നിൻ്റെ അണിപ്പെടുത്താർന്ന വലതുകരം അപ്പാ അപ്പാ സ്വർഗീയ പിതാവേ, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അടയാളങ്ങൾ കാണിക്കണമേ. അപ്പാ അപ്പാ സ്വർഗീയ പിതാവേ, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാരക രോഗങ്ങള് മരിച്ചു പോകുന്ന ഉറപ്പായിട്ടുള്ളവരെ വരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അടിപ്പിടുന്ന പോലെ വൈദ്യാഘാതം പോലെ ദൈവിക ശക്തി സൗഖ്യമായി മാറട്ടെ. ശ്രുതിക്കട്ടെ. മക്കളെ, കണ്ണിന് കാഴ്ചക്കുറവുള്ളവര് ഒരു കണ്ണിൽ പൊത്തുക, രണ്ട് കണ്ണും പൊത്തണ്ട. അതുപോലെ തന്നെ കരളിന് കേടുള്ളവര് നെഞ്ചിൻ്റെ താഴെ കൈവെക്കണം. പ്ലീഹായിക്ക് കുഴപ്പമുള്ളവർ അവിടെ തന്നെ കൈവെക്കണം. കുടലിന് കുഴപ്പമുള്ളവർ ഊടിൻ്റെ താഴെയോ മുകളിലോ കൈവെക്കാം. നടുവലിന് വേദനയുള്ളവർ നടുവിൽ കൈവച്ചാൽ, കിഡ്നി രോഗികൾ അവിടെ തന്നെ കൈവെക്കുക. PCODക്കാർ, അർസസ്, അൾസർ എല്ലാവരും അടിവയറ്റ് കൈവെക്കുക. സ്പണ്ടിലോസിസ് അസുഖമുള്ളവർ പിൻകഴുത്തിൽ കൈവെക്കുക. പ്രഷർ കൂടുതലുള്ളവർ ശിരസിൽ കൈവെക്കുക. നിന്റെ കൈ യേശുവിൻ്റെ കൈയാണ്. കാര്യം നീ കർത്താവിൽ വിശ്വസിക്കുന്നു, അതെന്നെ കാരണം. അപ്പാ, അങ്ങേപ്പോൾ തന്നെ യേശു ക്രിസ്തുവിനെ അങ്ങ് അയച്ച് അവൻ്റെ മരണത്താൽ നീ ഞങ്ങളെ വീണ്ടെടുത്തെങ്കിൽ അപ്പാ, ഞങ്ങളുടെ സുഖവും ശാരീരികമായ സുഖവും അതിലൂടെ നിന്നെ മഹത്വപ്പെടുത്തി നിനക്ക് വേണ്ടി ജീവിക്കുന്നതും ദൈവത്തിൻ്റെ പദ്ധതിയാണെന്നപ്പാ ഞങ്ങൾ തിരിച്ചറിയുന്നു. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, എല്ലാ മാലാഖമാരെ, വിശുദ്ധന്മാരെ, രക്തസാക്ഷികളെ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ത്വക്ക് രോഗികൾ, വെള്ളപ്പാണ്ടുള്ളവരെ അവരെ വിശുദ്ധമായ രക്തത്താൽ നീ കഴുകണമേ. തൊണ്ട രോഗികൾ, ടോൺസിലൈറ്റ് അസുഖമുള്ളവർ, തൈറോയ്ഡ് രോഗികൾ, അവിടെ വിശുദ്ധമായ നിന്റെ അണിപ്പെടുത്താൻ വലത് കരുത്താൻ നീ അവരെ സ്പർശിക്കണമേ. കർത്താവെ, ശ്വാസകോശ രോഗികൾ ആന്തര ഉച്ച മുതൽ ഉള്ളംകാലം വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഉച്ച മുതൽ ഉള്ളംകാലം വരെ കർത്താവ് രക്തം പടരട്ടെ. ഉച്ച മുതൽ ഉള്ളംകാലം വരെ അടിപ്പെടുന്ന പോലെ വൈദ്യാഘാതം വരെ ദൈവിക ശക്തിയാൽ മാരക രോഗങ്ങൾ, തീരാവേദികൾ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് ഈ ആരാധനയിലൂടെ അങ്ങയുടെ നാമത്തെ വീണ്ടും സാക്ഷ്യം ഞാൻ തുടങ്ങി വെച്ചായിരുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം,
ഞാൻ എൻ്റെ മകള് മെഡിക്കൽ കൗൺസിലിൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടി പോയി. അപ്പോഴനേകം മാതാപിതാക്കന്മാർ 3 മണിക്കൂർ മുഴുവനും മെഡിക്കൽ പരീക്ഷയുടെ പുറത്ത് മുട്ടേ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പം ഞാനും അവിടെ എൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോയപ്പോൾ ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിച്ചത്. എന്നെപ്പോലെ വേദനിക്കുന്ന അപ്പന്മാരും അമ്മമാരും ഉണ്ട്. അവരുടെ മക്കളെല്ലാം അകത്തിരിപ്പുണ്ട്. അവരെല്ലാവരും നീ ഓർത്ത് പ്രാർത്ഥിക്കണം. എൻ്റെ മകൾ മാത്രം ജയിച്ചാൽ പോരാ, ഈ പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങളും ജയിക്കണമെന്ന് പറഞ്ഞു. അതാണ് ഉടമ്പടി മനസ്സെന്ന് പറയണത്. ഉടമ്പടി മനസ്സ് ദൈവതുല്യമായ വ്യക്തികൾ വളരുന്നതിൻ്റെ ലക്ഷണമാണത്. അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെല്ലാവരെയും ഓർക്കണം. കാര്യം കുരിശിൽ കിടന്നപ്പോൾ കർത്താവ് എല്ലാവരെയും ഓർത്താണ് കിടന്നത്. തന്നെ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിച്ചിട്ടാണ് കർത്താവ് ഗെത്സമനിൽ നിന്ന് മുട്ടുകല്ലിൽ എഴുന്നേറ്റ് വന്നത്. എനിക്കെപ്പോഴും എന്നെ വല്ലാണ്ട് സ്പർശിക്കുന്ന ഗെത്സമനി കർത്താവ് മുട്ടുകുത്തിയ വെയിലിനകത്ത് ഞാൻ ചാടിക്കേറി ആ ഒരു 1 മീറ്റർ സ്ഥലമേ ഉള്ളത്. ആ പാറപ്പുറത്ത് മുട്ടുകുത്തി നിന്നതാണ് ഞാൻ. കാര്യം അത്ര വലുതാണ് ഗെത്സമനി എന്ന് പറയണത്. അവിടെ നിന്ന് ഈശോ പറഞ്ഞാണ്, അപ്പാ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി കൂടി ഞാൻ പ്രാർത്ഥിക്കണം. അപ്പം നമ്മുടെ ഈ കാലത്തെയും കർത്താവ് കയ്യിലെടുത്താണ് അന്ന് അപ്പനോട് സമർപ്പിച്ചത്. എല്ലാം ഈശോയിൽ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ മനുഷ്യരെയും ജാതിയും മതവും ഒന്നും നോക്കാതെ വേദനപ്പെടുന്നത്, വിഷമിക്കുന്ന, വിങ്ങുന്ന, നിന്നെപ്പോലെ വേദനിക്കുന്ന എല്ലാവരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കർത്താവേ, ഞങ്ങളെ വേദനിക്കുന്ന വിഷയങ്ങള് ആരെല്ലാം വേദനിച്ചാലും അവർ ഉടമ്പടി എടുക്കാത്തവരാണെങ്കിൽ പോലും അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ജീവിത ദുരിതങ്ങള്, ജീവിത സഹനങ്ങള്, ജീവിത പ്രശ്നങ്ങളിലെ ആരും സഹായിക്കാനില്ലാതെ, പിന്തുണയില്ലാതെ, കരഞ്ഞു കലങ്ങി കണ്ണുമായി ഉറക്കം വരാതെ കിടക്കുന്ന എല്ലാ മനുഷ്യരെയും ഏറ്റെടുക്കണമേ, കണ്ണുനീരേറ്റെടുക്കണമേ, അവരെ സന്ധിക്കണമേ, അവരെ സന്തോഷിപ്പിക്കണമേ, നിന്നെ അറിയാൻ ഇടയാക്കണമേ. മഹത്വം മഹത്വം, ആരാധന ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. മുട്ട നിൽക്കുക, മൗനമായി പ്രാർത്ഥിക്കുക. ഞാൻ എൻ്റെ ആടുകൾക്ക് മുമ്പേ നടക്കുമെന്ന വലിയ വചന വെളിപാടിലൂടെ ഞങ്ങളോട് സംസാരിച്ച ദൈവസ്നേഹത്തിന് നന്ദി പറയുന്നു. ജീവിതകാലം മുഴുവൻ അവിടുത്തെ നന്മയും കരുണയും ഞങ്ങളെ പിന്തുടരുമെന്ന് വചനത്തിലൂടെ നീ നൽകിയ വാഗ്ദാനമോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. വാഗ്ദാന പേടകമായ നീ ഞങ്ങളിൽ മറുകര കടക്കുവോളം ഈശോയെ കാത്തു നിൽക്കുന്ന അവിടുത്തെ സ്നേഹത്തിന്, ഞങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടയ്ക്കുന്ന അവിടുത്തെ വലിയ കരുതലിന് ഞങ്ങൾ നന്ദി പറയുന്നു. മരിയൻ ഉടമ്പടി എടുത്തിട്ടുള്ള ഞങ്ങളെല്ലാവരെയും പരിശുദ്ധ ദേവമാതാവിൻ്റെ വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മയുടെ ഈ കൃപാസനത്തിൽ നടന്ന പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,